ഗുഡാസ്യം. എൻ്റെ പേര് ഹസീന അനീഷ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് സ്വദേശം. സ്റ്റാർപ്പേൾ അൻസാറിന്റെ വൈഫാണ്. നമ്മൾ പ്രൊഫൈലിൽ ലിങ്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതിനു മുമ്പേ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ആർസിഎമ്മിന്റെ നമ്മൾക്ക് ഇത്രയും വലിയൊരു മഹത്തായ പ്രസ്ഥാനം നമുക്ക് TCBയെ നമിച്ചുകൊണ്ടും അതുപോലെ എൻ്റെ എല്ലാ ലീഡേഴ്സിനെയും എൻ്റെ എല്ലാ അസോസിയേറ്റ്സിനോടും അനുവാദം ചോദിച്ചുകൊണ്ടും ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോം പ്രസന്റേഷൻ ആരംഭിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് സ്വദേശം എന്ന് പറഞ്ഞു. ഹേമന്ത് സാർ എന്നെ കുറിച്ച് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു. ശരിക്കും സ്റ്റാർപ്പർ എന്നുള്ള പൊസിഷനിൽ എത്തിയതും അതിനുവേണ്ടി വർക്ക് ചെയ്തതും എൻ്റെ ഹസ്ബൻഡ് അനീഷ് സാറാണ്. അതിനൊരു സപ്പോർട്ടായിട്ട് ഞാനും കൂടെ കാണും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹേമന്ത് സാർ എന്നെ കണ്ടപ്പോൾ സിനിമയുടെ ഒരു സൂം ചെയ്യണമെന്ന് പറഞ്ഞു. ലീഡേഴ്സ് പറയുന്നത് എന്താണോ അതനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് എന്നാൽ പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന ഞാൻ ആർസിഎമ്മിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിനകത്ത് പറഞ്ഞ് ഞങ്ങൾ ആദ്യം ഒരു പ്രവാസി ഒരു ഗൾഫുകാരന്റെ വൈഫ് എന്ന നിലയിലായിരുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്. ഞാൻ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഗൾഫുകാരന്റെ ഭാര്യ എന്ന നിലയിലാണ് അറിയപ്പെട്ടത്. അന്ന് അനീഷ് സാർ ഗൾഫിലായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ സഹോദരനായ ഇക്ബാൽ സാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അദ്ദേഹം ആർസിഎമ്മിൽ ഒരു ഐഡിയ വെച്ചിട്ട് ആർസിഎമ്മിനെ മനസ്സിലാക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇതുപോലെ ഒരു ആർസിഎമ്മിൽ നല്ല പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരമുണ്ട്. നിനക്ക് ആർസിഎമ്മിനെ പറ്റി കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഇതിനകത്ത് ഒരു ഐഡിയ വെച്ചാൽ നമുക്ക് സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടും എന്ന് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് സാധാരണ ഒരു പട്ടാളക്കാർക്കൊക്കെ ആണെങ്കിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റി അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് ഞാൻ അങ്ങനെയാ ചിന്തിച്ച്, നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേറൊരു മാർഗങ്ങളൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ബ്രദർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആർസിഎമ്മിൽ ഒരു ഐഡിയ വെക്കുകയും ആർസിഎമ്മിന്റെ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. അന്നത്തെ അനീഷ് സാറിന്റെ ഒരു വരുമാനം ദൈവം സഹായിച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വരുമാനം എല്ലാ മാസവും എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ 2 കുട്ടികളും വളർന്നതായിരുന്നു എൻ്റെ ഈ വീട്ടിൽ അന്നത്തെ. അങ്ങനെ പിന്നീടാണ് അമ്മയും കൂടെ വന്നത്. അന്ന് ഏറ്റവും നല്ല പ്രോഡക്ട്സുകൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ അന്ന് ഇപ്പോഴും ഉണ്ട് ഡാണാപ്പുഴയിൽ പ്രകൃതി ജൈവ കലവറ എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ നിന്ന് വെച്ചാൽ പച്ചക്കറികളൊക്കെ അവിടെ തന്നെ വളർത്തുന്നു, അതിനകത്തുനിന്നുള്ള ഫലം എടുത്തിട്ട് വിൽക്കുന്നു. അങ്ങനെ പേര് കേട്ട ഒരു സ്ഥാപനമാണ്. ഞാൻ അവിടെ പോയി പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ വീട്ടിലേക്കുള്ളത് വാങ്ങിക്കും. അതുപോലെ തന്നെ ആർസിഎം തൊട്ടടുത്ത് തന്നെയാണ് അക്ഷയ് സാറിന്റെ ഒക്കെ ആർസിഎം ഷോപ്പും. അവിടെ പോയി ആർസിഎമ്മിന്റെ പ്രൊഡക്ട്സും വാങ്ങിക്കും. പ്രൊഡക്ട്സ് വാങ്ങിച്ചു ഉപയോഗിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കത് നല്ലതാണെന്ന് തോന്നി. എല്ലാ മാസവും ഞാൻ പോയി വീണ്ടും റീപർച്ചേസ് ചെയ്ത് പ്രൊഡക്ട്സുകൾ വാങ്ങിക്കും. അന്ന് നമ്മുടെ ഇന്നത്തെ പോലെ കൺസിസ്റ്റൻസി ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ആ പ്രൊഡക്ട്സുകൾ നല്ലതായത് കൊണ്ട് മാത്രം ഞാൻ വീണ്ടും വീണ്ടും പോയി റീപർച്ചേസ് ചെയ്യും. ആ സമയത്തൊക്കെ ഞാൻ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് സുജാത മാഡം, അക്ഷയ് സാറിന്റെ അമ്മ, പറയും, അസീന, ഇതിനകത്തൊരു വലിയ അവസരമുണ്ട്, അത് ഉപയോഗിക്കൂ. ഇത് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരോടൊത്തൊന്ന് പറയാൻ ശ്രമിക്കും. ഞാൻ അതിനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഇതിന് ബിസിനസ് മൈൻഡിൽ എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്രൊമോട്ട് ചെയ്യാനോ ഉള്ള ഒരു മൈൻഡ് ഒന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നല്ല സാധനങ്ങൾ ഉപയോഗിച്ചു വന്നു. കുറച്ച് നാൾ, അതായത് എന്റെ സ്വപ്നത്തിലോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം ഏറ്റവും നല്ലൊരു പൊസിഷനിലും ഏറ്റവും നല്ലൊരു കമ്പനിയിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു കമ്പനിയിലെ ജോലി കണ്ടിട്ടായിരുന്നു അന്ന് എന്റെ വിവാഹം തന്നെ നടത്തിയത്. അപ്പം ഒരിക്കലും ആ ഒരു കമ്പനിയിൽ നിന്ന് അങ്ങനെ ഒരു ജോലി നമുക്ക് നഷ്ടപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല. അങ്ങനെ ഇരിക്കെ കൊറോണ വന്ന സമയത്ത് അവിടെ കമ്പനിയിലും, അതായത് കുറെ ആൾക്കാരെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അനീഷ് സാറിന് അവിടുന്ന് ജോലി നഷ്ടമാവുകയും കൊറോണ കാരണം നമുക്ക് തിരിച്ചു പോകാൻ പറ്റാതെ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ജോലി ഇല്ലാതെയായി. അന്ന് വരെ ഒരു 50,000-ന് മുകളിൽ മാസം ഇൻകം എനിക്ക് വന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നപ്പോൾ പിറ്റേ മാസം നമുക്ക് ഒരു രൂപയുടെ ക്യാഷ് നമുക്ക് ഒരു ഇൻകം വരുന്നില്ല. ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് നമ്മൾ വന്നു. അന്ന് ഉള്ള സമയത്ത് നമ്മൾ
ജസ്റ്റ് ചെറിയ ചിട്ടികളിലൊക്കെ പിടിച്ചിട്ട് ഇന്ന ക്യാഷ് കൊണ്ട് പതുക്കെ ആ മാസമൊക്കെ പോയി. അപ്പം ഇക്ബാൽ സാർ പതുക്കെ നമ്മുടെ അടുത്തേക്ക് വന്നു, നിങ്ങൾക്ക് ആർസിഎം ചെയ്താൽ എന്താ, ആർസിഎം ചെയ്യും. അപ്പൊ ചെറുതായിട്ട് നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങി, ആർസിഎം ചെയ്യാം. അപ്പോ ഞങ്ങളോട് പറഞ്ഞ് ഒരു കോട്ടയത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, രണ്ടുപേരും കൂടെ എന്തായാലും ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ആർസിഎം എന്താണെന്ന് മനസ്സിലാകും. അതിനു മുമ്പൊക്കെ ഓരോ ലീവിന് വരുമ്പോഴും അനീസാറിനോടും ഇക്ബാൽ സാർ ആർസിഎം ചെയ്യുന്ന പറയുമ്പോൾ അനീസ് സാർ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കാവോ അതേ രീതിയിലെല്ലാം ഇക്ബാൽ സാറിനെ കളിയാക്കുമായിരുന്നു. കാരണം അന്ന് ഇന്നത്തെ ആ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ വാല്യൂ അല്ലായിരുന്നു അന്ന്. അന്ന് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചെയിൻ സിസ്റ്റം ആ ഒരു മോഡലിലായിരുന്നു ചിന്തിച്ചത്. ആ ഒരു കളിയാക്കലുകൾ, നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി ഉള്ളതല്ലേ, പിന്നെ എന്തിനു വീണ്ടും ആർസിഎം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനിങ്ങനെ നെറ്റ്വർക്കിന് നടക്കുന്നു എന്നൊക്കെ കളിയാക്കിയിട്ടും ഇക്ബാൽ സാർ വീണ്ടും വീണ്ടും ആർസിഎമ്മിനെ പറ്റി അതിന്റെയൊക്കെ വില സത്യത്തിൽ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഒരു ഫയർ പ്രോഗ്രാമിന്, കോട്ടയത്ത് ഫയർ പ്രോഗ്രാമിന് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ചെന്നു ഞങ്ങള് ഹേമന്ത് സാറിന്റെയും അതായത് അവിടുത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ആ അറ്റൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്തു. എൻ്റെ അടുത്ത് ബസ്സിൽ വെച്ച് ചോദിച്ചു, മാഡം ഇനി ആർസിഎം ചെയ്യുമല്ലേ എന്ന് അക്ഷയ് സാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആർസിഎം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ പ്രോഗ്രാമിൽ വെച്ച് ഈ ഓരോ ഇൻകം കിട്ടിയവരെ, ഇത്ര ഇൻകം വരെ ഉള്ളവർ എഴുന്നേക്കൂ എന്ന് പറയുമ്പോൾ ഓരോ 5000, 10000, 25,000 ഒക്കെ പറയുമ്പോൾ ഓരോരുത്തരും ഇത്ര പേര് എഴുന്നേക്കുന്നു. അപ്പൊ ഞാൻ അനീസാറിന്റെ തുടർന്ന് പറഞ്ഞു, 25,000 കിട്ടുന്ന ഒരു ലെവലിലോട്ടൊന്ന് എത്തിയിരുന്നെങ്കിൽ, അങ്ങനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെയൊക്കെ കിട്ടുമോ? അപ്പോഴും ഓരോ ലക്ഷങ്ങൾ പറയുമ്പോഴും അവിടെ അന്നേരവും ആൾക്കാർ എഴുന്നേൽക്കുന്നു. ഇതൊക്കെ കേട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് പതുക്കെ നമ്മൾ ആർസിഎം എന്താണെന്ന് പഠിച്ചു. അന്നൊന്നും അനീസാറിനൊന്നും ശരിക്കും ഇവിടെ ഫ്രണ്ട്സ് ഇല്ല. കാരണം 10-22 വർഷം കൊണ്ട് ഗൾഫിലായിരുന്നതുകൊണ്ട് നാട്ടിൽ അങ്ങനെ അറിയാവുന്നവരും കൂടുതലും ആൾക്കാരെ ഇല്ല. പിന്നെ നമുക്കുള്ളത് ബന്ധത്തിൽ ഉള്ളവരേ ഉള്ളൂ. അന്നേരം എങ്ങനെ പെട്ടെന്ന് നിന്ന് നമുക്കൊരു നെറ്റ്വർക്കിനെ പറ്റി അവരുടെ ഇതുവരെയുള്ള പൊസിഷൻ വെച്ച് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അന്നെന്ന് വെച്ചാൽ 1000 രൂപ ജോയിനിങ് കിറ്റ് വാങ്ങിയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയമായിരുന്നു. ഞങ്ങളുടെ 2 വീലറിൽ പതുക്കെ 1000 രൂപയുടെ ഒരു കിറ്റ്, ഒരു സാധനങ്ങളൊക്കെ ആയിട്ട്, ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകും, കാര്യം പറയും, പ്രൂഫുകൾ വാങ്ങിക്കും, ഐഡി. ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ശരിക്കും ആർസിഎമ്മിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അങ്ങനെ കുറെ ജോയിനിങ്ങുകളൊക്കെ ആയി. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ആ മാസം 350-400 ആ ഒരു ഇൻകമാണ് കിട്ടി. അപ്പൊ ഞാൻ അന്വേഷിച്ചു, ഇതുകൊണ്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നേ, നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? കാരണം 50,000 മുകളിൽ മാസം കിട്ടിക്കൊണ്ടിരുന്ന അതായിരുന്നു ഞാൻ. ഈ 350 ആ ഒരു ലെവലിൽ എങ്ങനെ മുന്നോട്ട് പോകും? നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്തൊരു ജോലിയിലേക്ക്, ഗൾഫിൽ തന്നെ അടുത്ത ജോലിയിലേക്ക് പോകും. കാരണം വേറെ കമ്പനിക്കാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വേറെ കമ്പനിക്കാരൊക്കെ നല്ല സാലറിയിലേക്ക് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അന്നെങ്കിൽ അങ്ങനെ പോകുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും പിന്നീട് പതുക്കെ നമ്മൾ എന്തോ, അത്രയും നാൾ ഞാനൊരു ഗൾഫുകാരന്റെ ഭാര്യയായിരുന്നു. അതായത് ഒരു വർഷത്തിൽ 40 ദിവസം നാട്ടിൽ വരും. മക്കളോടൊത്ത് നിൽക്കാനോ എന്റെയോടൊത്ത് സന്തോഷത്തോട് കഴിയാനോ സമയമില്ല. 40 ദിവസം എല്ലായിടും ഒന്ന് ചുറ്റിക്കറങ്ങി വരുമ്പം തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിട്ടേൺ ആയിട്ട് വന്ന സമയത്ത് കുറച്ചു നാൾ നാട്ടിൽ നിന്നപ്പം അവിടെ നമ്മൾ വരുമാനത്തെക്കാൾ ഉപരി നമ്മൾ ജീവിതത്തിൽ സന്തോഷങ്ങൾ അനുഭവിച്ചു തുടങ്ങിയപ്പം ഇത് മതി, നമുക്ക് ഇതിൽ നിന്ന് ഡെവലപ്പ് ആകാം എന്നൊരു തീരുമാനം. എന്തോ അതൊരു ദൈവത്തിന്റെ വിളിയായി. ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന അന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായതാണ്. അങ്ങനെ കൂടുതൽ കിട്ടും, ആ ഒരു ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള ലെവലിൽ ഞങ്ങൾ ആർസിഎമ്മിനെ പതുക്കെ ഞങ്ങളുടെ നെഞ്ചോട് ചേർത്തു. ഞങ്ങൾ മീറ്റിംഗ്സുകൾക്ക് പങ്കെടുക്കാൻ തുടങ്ങി. ഓരോ മീറ്റിംഗ്സുകൾക്കും പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നു പറയുന്ന പോലെ നമുക്ക് വീണ്ടും വീണ്ടും ആർസിഎം ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടായി. നമ്മൾ കണക്ഷനെ കിട്ടിയവരിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും കണക്ഷൻസുകൾ കൂടുതൽ വരാൻ തുടങ്ങി. പെരുക്കെ ഞങ്ങളുടെ വരുമാനവും കൂടി തുടങ്ങി. അങ്ങനെ വരുമാനം കൂടി തുടങ്ങി. ഞങ്ങൾ ഒത്തിരി ആൾക്കാർ, ഞങ്ങൾക്ക് ശരിക്കും ജീവിതത്തിന്റെ ഒരു സന്തോഷത്തിലേക്ക് ഞങ്ങൾ മാറി. കാരണം ജീവിതവും ഞങ്ങൾക്ക് കൂടെ ഉണ്ട്. അതായത്
വരുമാനം മാത്രമല്ല, ചെറിയ രീതിയിലുള്ള വരുമാനമാണെങ്കിൽ ജീവിതം ഞങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് എപ്പോഴും അടുത്ത് ഒരാളുണ്ട്. നമുക്കൊരു പെട്ടെന്നൊരു കാര്യം വന്നാൽ കൂടെ എനിക്ക് ആളുണ്ടെന്നുള്ളൊരു തോന്നൽ. കാരണം എന്റെ കുഞ്ഞുങ്ങളെയും ഞാനും മാത്രമായിട്ട് ഇരുന്ന സ്ഥാനത്ത് ഹസ്ബൻഡും കൂടെ ഉള്ളപ്പോൾ അതൊരു മാനസിക സന്തോഷം കൂടുണ്ടെന്നുള്ളത്. പതുക്കെ പതുക്കെ നമ്മൾ ഓരോ പിന്നലുകൾ പതുക്കെ ആർസിഎമ്മിന്റെ ഓരോ ചവിട്ടുപടികൾ ഞങ്ങൾ കയറാൻ തുടങ്ങി. ആ ചെറിയ വരുമാനത്തിൽ നിന്ന് പതുക്കെ പതുക്കെ വരുമാനങ്ങൾ കയറി ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 70,000 രൂപയ്ക്ക് മുകളിലേക്കുള്ള ഒരു വരുമാനത്തിലേക്ക് ഇന്ന് ഞങ്ങൾ എത്തപ്പെട്ടു. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം ഗൾഫുകാരൻ എന്നുള്ള പൊസിഷനിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് സീറോയിൽ എത്തിയെങ്കിൽ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമുക്കറിയാം ആർസിഎമ്മിൽ വർക്ക് ചെയ്ത് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഫ്രീഡം, അതായത് നമുക്ക് വരുമാനവും കിട്ടുന്നു. എല്ലാം ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു ആ ജോലി പോയിരുന്നു. ഇടയ്ക്ക് ഈ ആർസിഎമ്മിൽ വരുന്ന ഓരോരുത്തർക്കും അറിയാം, നമ്മൾ ഇടയ്ക്കൊന്ന് സക്സസ് ആയി വരുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളൊന്ന് ഡൗൺ ആവുന്ന ഒരു ലെവലിലോട്ടൊക്കെ വരും. അത് ഓരോ ആർസിഎം മെമ്പേഴ്സിനും അറിയാം. അങ്ങനെ വന്ന സമയത്ത് ഞാൻ അന്നേരവും വീണ്ടും പുഷ് ചെയ്യും. എന്നാ പിന്നെ അനീസ് സാർ പറയും ഞാനെല്ലാം ഇല്ല, ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്, ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ഹേമന്ത് സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹസീന മാഡത്തിന്റെ ഈ ഫോൺ കൊടുത്ത് ആ അനീസ് സാറിന്റെ പാസ്പോർട്ട് അങ്ങ് കത്തിച്ച് കളഞ്ഞിട്ട്. കാരണം ഇന്ന് എനിക്ക് അതിന്റെ ഒരു പ്രയോജനം മനസ്സിലായി. കാരണം നല്ലൊരു ലെവലിലേക്ക് ഇംഗത്തിലേക്ക് എത്തും. അനീസ് സാറിനൊക്കെ ഈ ആർസിഎം എന്താണെന്ന് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്നുള്ള ഒരു വിഷമത്തിലോ ഇതിലോ ആർസിഎമ്മിൽ നിന്ന് വിട്ടുപോയാൽ ഞങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ നഷ്ടമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും നല്ല മെന്ററായിട്ടുള്ള ഹേമന്ത് സാറിന്റെ ആ ഒരു തീരുമാനം കാരണം ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ലെവലിൽ ജീവിക്കുന്ന വരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രവാസിയുടെ ഭാര്യ ഇന്നൊരു ബിസിനസ്സുകാരന്റെ ഭാര്യ ആയത് എന്നുള്ള ഒരു ആ ടേണിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ആർസിഎം എന്നുള്ളത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, ഒരു MLM ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യമൊക്കെ MLM എന്ന് കേൾക്കുമ്പോൾ എതിർത്തിരുന്ന അനീഷ് സാറിന് ഇതേ സിസ്റ്റം തന്നെയാണ് കുറച്ച് നാളിന് മുമ്പ് വരെ എല്ലാവർക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ഒരു മുഖം ചുളിക്കലായിരുന്നു. കാരണം എന്തോ ആളെ ചേർക്കുന്ന പരിപാടി, അല്ലെങ്കിൽ എന്തോ പ്രോഡക്ട്സുകൾ കൊണ്ട് തന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ കട്ടിനടിയിൽ മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം, ഇങ്ങനെയൊക്കെയായിരുന്നു ചിന്തിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ ആർസിഎമ്മിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നെറ്റ്വർക്കിംഗ്, അതായത് ശരിക്കും നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കുറെ ഇടനിലക്കാരെയും പരസ്യക്കാരെയും സ്റ്റാർട്ടിംഗ് ആയിട്ട് ആർസിഎം കേൾക്കുന്നവർക്കും കൂടെ പറയാണ്, കുറെ 9ഓളം ഇടനിലക്കാരെയും പരസ്യക്കാരെയും, അതായത് ഇടയ്ക്ക് നിൽക്കുന്ന കുറെ ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് നേരിട്ട് പ്രൊഡക്ട്സുകൾ എത്തിക്കുന്ന ഒരു സിസ്റ്റം. അതാണ് നെറ്റ്വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന എമൗണ്ട് ഈ പ്രൊമോട്ട് ചെയ്യുന്ന നമുക്ക് തന്നെ തിരിച്ചു തരുന്നു, പ്രൊമോട്ട് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നു. സാധനങ്ങൾ വാങ്ങുന്ന നമുക്ക് തന്നെ എമൗണ്ടുകൾ തിരിച്ചു കിട്ടുന്ന ഒരു സിസ്റ്റം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും നല്ലൊരു നെറ്റ്വർക്കാണ് നമ്മുടെ ആർസിഎം നെറ്റ്വർക്ക്. ആർസിഎമ്മിൽ വന്നാൽ നമുക്കറിയാം നമ്മൾ പ്രോഡക്ട്സുകൾ വാങ്ങിക്കുന്നു. ഇന്ന് ജസ്റ്റ് പ്രോഡക്ട്സുകൾ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റുകളോ ഒന്നും അവിടെ ചെയ്യുന്നില്ല. പ്രൊഡക്ട്സുകൾ വാങ്ങിച്ചെടുത്ത് തന്നെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നവർ ഇന്ന് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് 2025 ഫെബ്രുവരിയിൽ പിണറായി വിജയൻ സർക്കാർ നമ്മൾ കണ്ടു, തിരുവനന്തപുരത്ത് നടന്ന ഇതിൽ നമ്മളെ ലീഗലി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ നെറ്റ്വർക്കിനെ ലീഗലി നേരത്തെ അത് പേടിച്ച് ആൾക്കാരടുത്ത് പറയാൻ മടിയായിരുന്നെങ്കിൽ ഇനി മൂടുപടലൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ധൈര്യമായിട്ട് പറയും. കാരണം എന്താ, ഒരു ലീഗലായിട്ടുള്ള ഒരു സാങ്ഷൻ, ലീഗലായിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റിന് മനസ്സിലായി നമ്മുടെ എക്കണോമിയുടെ ഏറ്റവും വലിയൊരു നാഴികക്കല്ല്, ബാക്ക് ബോൺ തന്നെയാണ് നെറ്റ്വർക്കിംഗ്. കാരണം ഇതിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടു, രൂപാന്തരം യാത്രയ്ക്ക് ഒക്ടോബർ 2 നമ്മുടെ ആർസിഎംകാരെല്ലാം നമ്മൾ കൊച്ചിയിൽ വെച്ച് കണ്ടതാണ്. രൂപാന്തരം യാത്രയ്ക്ക് അവിടെ വന്ന ഒരു വലിയ ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തെ ഒന്നും അവിടെ ആരും പ്രഷർ ചെയ്ത് കൊണ്ടുവന്നതല്ല. 100 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വാങ്ങിക്കുന്ന ആൾക്കാര് അവിടെ എത്തി. നമ്മൾ ജസ്റ്റ് പുതിയതായിട്ട് ആർസിഎമ്മിലേക്ക് മെമ്പർഷിപ്പ് അടിച്ചവരെ കൊണ്ടുപോയാലും നമുക്ക് അവിടെ നമുക്ക് ആർസിഎം കൂടുതൽ പറഞ്ഞു കൊടുക്കണ്ട. ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ തന്നെ, അതായത്
ഇത്രയും ആൾക്കാരുടെ ഇത് കാണുമ്പോൾ തന്നെ ആർസിഎമ്മിന്റെ ഒരു പവർ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതായത് ഇന്ന് ഏറ്റവും നമുക്ക് സ്വപ്ന തുല്യമായിട്ട് ജീവിക്കാനുള്ള ഒരു നമ്മുടെ മനസ്സിൽ ഉള്ളതുപോലെ ജീവിക്കാൻ നമുക്ക് എത്ര വേണം, നമ്മൾ ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിത്തരാനും ഒക്കെ നമ്മുടെ ആർസിഎം പോലുള്ള ആർസിഎം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് സാധിക്കുന്നുണ്ട്. അതായത് അവിടെ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിന് പേര് വില കെടുത്തുന്നെന്ന് പറഞ്ഞാൽ കുറേയധികം നെറ്റ്വർക്ക് മാർക്കറ്റിലുണ്ട്. അതായത് നമ്മള് രൂപാന്തര യാത്രയ്ക്ക് നമ്മുടെ തോമസ് തൂമ്പുഴി സാർ പറഞ്ഞു, അത് ഏറ്റവും വലിയ നെറ്റ്വർക്ക് മേഖലയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആർസിഎമ്മിന്റെ തന്നെ. അന്ന് നമുക്കത് കേൾക്കുമ്പോൾ ഒരു കോരിത്തരിപ്പായിരുന്നു. കാരണം എന്താ, ഇത്രയധികം ആൾക്കാര് അദ്ദേഹം എടുത്തു പറഞ്ഞു, ഹിമാലയൻ സാധനങ്ങളിൽ നിന്ന് മരുന്നുകൾ കൊണ്ടുവന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ നിന്നുള്ള വെൽനസ് പ്രൊഡക്ട്സുകൾ കൊടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമ്പനികൾ വന്നിട്ടുണ്ട്. അവരൊന്നും നിലനിൽക്കില്ല. അപ്പം നമുക്ക് ആർസിഎം പോലുള്ള കമ്പനികളിൽ പ്രവർത്തിക്കുന്ന നമുക്കൊക്കെ ധൈര്യമാണ്. കാരണം എന്താ, ഈ ഇത്രയും വലിയ ഗവൺമെന്റിൽ സപ്പോർട്ടോട് കൂടി നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വന്നവർ ആർസിഎമ്മിനെ ഇത്രയും പുകഴ്ത്തി പറയുന്നു. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ആർസിഎം എന്നുള്ള ഒരു നെറ്റ്വർക്ക് മേഖലയിലേക്ക് നമുക്ക് പ്രവർത്തിക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, ഏറ്റവും നല്ലൊരു ബിസിനസ് മേഖല, ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം കൊണ്ട് തരാൻ പറ്റുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഇനി നെറ്റ്വർക്കിന്റെ കുറെ സാധ്യതകളും കാര്യങ്ങളും പറയാൻ വേണ്ടി ഞാൻ PPT റെഡിയാക്കിയിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്കൊന്ന് പോകാം. നമുക്കറിയാം, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നതുല്യമായ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു മേഖല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തന്നെയാണ്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി എടുത്തു പറഞ്ഞാൽ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിന് ഒരു നെറ്റ്വർക്ക്, സ്വന്തമായിട്ടൊരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ലിവറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന യൂണിലിവർ, അവർക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. സിറ്റി ബാങ്ക്, അതുപോലെ ജോക്കി, അണ്ടർ ഗാർമെന്റ്സ് നിലനിർത്തുന്ന ജോക്കി, ഇവർക്കെല്ലാം സ്വന്തമായിട്ടൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഈ കൊറോണ, അതായത് ഞങ്ങൾ കൊറോണ സമയത്ത് നെറ്റ്വർക്കിങ്ങിലോട്ട് വന്നതുപോലെ കൊറോണ എന്ന് പറയുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അതിന് പേര് ഡെവലപ്പായ ഒരു മാർക്കറ്റിംഗ് ആണ് നെറ്റ്വർക്ക്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും നെറ്റ്വർക്കുമാണ് ഏറ്റവും ആ കൊറോണ സമയത്ത് ബൂമിംഗ് ആയിട്ടുള്ളത് വന്നത്. ഇനി ഇതിന് ജസ്റ്റ് ദ പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പവർ എന്താണെന്നുള്ളത്, അൺലോക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ കണക്ഷൻസിലൂടെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കണക്ഷൻസിലൂടെ ഓരോ ആർസിഎം മെമ്പേഴ്സിനും നമുക്കിത് അറിയാം, നമ്മുടെ നെറ്റ്വർക്കിന്, അതായത് കണക്ഷനിലൂടെ പുതിയ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ ആർസിഎം നമുക്ക് ഒരു നെറ്റ്വർക്കാണ്. ഇതിന് ആരോഗ്യപരമായിട്ടും, അതായത് അനാരോഗ്യമുള്ള ഒരു ജനതയെ ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു അവസരം നമ്മൾ പറയുന്ന ഒരു അൺലോക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുന്നു. എന്ന് വെച്ചാൽ അനാരോഗ്യകരമായ അവസ്ഥയിൽ നിന്ന് ഒരു ആരോഗ്യത്തിലേക്ക് നമ്മുടെ ആർസിഎമ്മിന്റെ പ്രൊഡക്ട്സുകൾ കൊണ്ട് നമുക്ക് കുറേയധികം ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നു. അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ട്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 2030 ആകുമ്പോഴത്തേക്കും 90% ആൾക്കാരും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് നെറ്റ്വർക്കിന്റെ ഭാഗമാകുന്ന, നമ്മളെ പോലുള്ള ഐഡിയ അടിച്ച് നമ്മൾ ബിസിനസ് ആയിട്ട് എടുത്ത കുറെ അധികം ആൾക്കാർ നമുക്ക് ഇപ്പൊ ആർസിഎമ്മിൽ കാണാൻ പറ്റും, ആർസിഎം എന്നുള്ള നെറ്റ്വർക്കിൽ. എന്നാൽ ഐഡിയ എടുക്കാതെ തന്നെ നമ്മളിലൂടെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന കുറെ അധികം ആൾക്കാരെ നമുക്ക് കാണാം. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നെറ്റ്വർക്കിൽ അവരുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ളവരെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. അങ്ങനെ കണക്ഷൻസിലൂടെ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റീസിന്റെ വാതായനം തുറന്നു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്കിംഗ്. വാട്ട് ഈസ് നെറ്റ്വർക്കിംഗ്? എന്താണ് നെറ്റ്വർക്കിംഗ്? നമുക്ക് എന്താണ് നെറ്റ്വർക്കിംഗ് എന്ന് നോക്കാം. It's all about building relationships. Remember, it's not just about who you know, but who knows you. It's two-way street where you give and receive support. അതായത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് ചെയ്യുക, അതായത് ഒരു ചങ്ങല ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ
ഒരു റിലേഷൻഷിപ്പ് അവിടെ വരുന്നതെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതായത് പീപ്പിൾ ബിസിനസ്, അതായത് ജനങ്ങളുടെ ഒരു ബിസിനസ്സാണ്, ജനങ്ങളെ കൊണ്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇതൊരു ടീം ബിസിനസ്സാണ്. അത് ഒരാൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇതിനകത്ത് നമുക്ക് ഒരാൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അതൊരു ടീമിന് ആയിട്ടായിരിക്കും നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ജനങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തും സപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ടും നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബേസിക് ഐഡിയ, ഇതിന്റെ ഐഡിയാസ് നമുക്ക് നോക്കാം. യു ബിക്കം എ ഡിസ്ട്രിബ്യൂട്ടർ ഫോർ എ കമ്പനീസ് പ്രൊഡക്ട്സ്. അതായത് ഒരു കമ്പനീസ് പ്രൊഡക്ട്സ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കമ്പനി നമ്മൾ ഒരു ഐഡിയ എടുക്കുമ്പോൾ RCMൽ തന്നെ നമ്മൾ ഒരു ജസ്റ്റ് അതിനകത്തൊരു മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കമ്പനി പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നു, അത് ജസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. യു ഏൺ കമ്മീഷൻ ഓൺ ദ സെയിൽസ് യു പേഴ്സണലി മേക്ക്. അതിലൂടെ നമ്മൾ നമുക്ക് ചെറിയൊരു ലെവലിലുള്ള കമ്മീഷൻസ് നമുക്ക് അതിനോടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. യു ആൾസോ റിക്രൂട്ട് അതർ പീപ്പിൾ ടു ജോയിൻ ദ ബിസിനസ്. പക്ഷേ യു ഏൺ കമ്മീഷൻ ഓൺ ദ സെയിൽസ് യു പേഴ്സണലി മേക്ക്, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ RCMൽ പറയുന്നത് നമ്മള് മേം മാലിക് എന്ന്, നമ്മള് രാജസ്ഥാനിൽ നമ്മുടെ ബിൽവാര കമ്പനിയിൽ ചെന്നാൽ അവിടെ എവിടെയും എഴുതി വെച്ചിരുന്നത് മേം മാലിക്. ആരാണോ അത് വായിക്കുന്നത് അവര് മേം മാലിക് എന്നാണ് വായിക്കുന്നത്. ഞാനാണ് ഈ കമ്പനിയുടെ ഓണർ. യു ക്യാൻ ആൾസോ റിക്രൂട്ട് അതർ പീപ്പിൾ ടു ജോയിൻ ദ ബിസിനസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അണ്ടർ യു യുവർ ഡൗൺലൈൻ. എന്ന് വെച്ചാൽ നമ്മള് പുതിയ ആൾക്കാർ ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യിക്കുന്നത്. നമ്മളൊരു പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളത് പുതിയ ആൾക്കാരിലേക്ക് നമ്മൾ പറയുമ്പോൾ അവര് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അവര് ഡൗൺലൈൻസ് എന്ന് പറയും, അതായത് നമ്മുടെ അസോസിയേറ്റ്സ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ സ്റ്റാർട്ടിങ് പറയുന്ന ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു 2000 രൂപയുടെ സാധനം വാങ്ങിക്കൂ എന്ന് പറയുന്നതിന്റെ കാരണം കുറച്ച് സാധനം ഉപയോഗിച്ചാലേ നമുക്ക് നമ്മുടെ എങ്ങനെയാണ് മറ്റുള്ള പ്രോഡക്ട്സുകൾ എന്ന് അറിയാൻ പറ്റും. നമ്മുടെ പ്രോഡക്ട്സുകൾ ഒന്ന് കുറച്ച് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് പ്രോഡക്ട്സ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഒരു കലത്തിൽ ചോറിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇതാക്കി നോക്കത്തില്ല, കുറച്ച് വെച്ചെടുത്ത് നോക്കുമ്പോൾ നമുക്കത് വെന്തോന്ന് മനസ്സിലാവും. എന്ന് പറയുന്ന പോലെ RCMൽ വന്നാലും RCMന്റെ കുറച്ച് പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ, ഏത് നെറ്റ്വർക്ക് ആണെങ്കിലും അതിന്റെ പ്രോഡക്ട്സുകൾ 1-2 ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയുണ്ട്, ബാക്കിയുള്ള പ്രോഡക്ട്സുകൾ എങ്ങനെയുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. യു ദെൻ ഏൺ പെർസെന്റേജ് ഓഫ് ദ സെയിൽസ് ദാറ്റ് യുവർ ഡൗൺലൈൻസ്. നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ ഡൗൺലൈനായിട്ടുള്ള, അതായത് നമ്മുടെ അസോസിയേറ്റ്സ് ആയിട്ടുള്ളവര് സെയിൽസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അവിടെ ഒരു പെർസെന്റേജ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈ ഈസ് നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻറ്റ്? എന്താണ് നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻറ്റ്? നമുക്ക് നോക്കാം. Networking plays a big role in your career advancement. It can help you find jobs, get promoted, and connect with the mentors who can guide you. Networking plays a big role in your career. നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും വലിയൊരു സ്ഥാനം നമ്മുടെ നെറ്റ്വർക്കിലുണ്ട്. ഇന്ന് നമുക്കറിയാം പല യുവാക്കളും ഇന്ന് ഒരു അവരുടെ ഒരു കരിയറായിട്ട് നെറ്റ്വർക്കിങ്ങിനെ കാണുന്നുണ്ട്, എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ RCMൽ തന്നെ എടുത്താൽ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ അക്ഷയ് സാർ, എനിക്ക് ശരിക്കും ഒരു റോൾ മോഡലായിട്ട് അക്ഷയ് സാറിനെ തോന്നിയിട്ടുണ്ട്. കാരണം 22ാമത്തെ വയസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി പഠനം സ്റ്റോപ്പ് ചെയ്തിട്ട് RCMലേക്ക് വന്നു. പലരും ഇന്ന് ഒന്നുകിൽ പെൻഷനായിട്ടോ അല്ലെങ്കിൽ അവര് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് ഹിറ്റ് ചെയ്ത് വന്നാലും അവർക്ക് അതിൽ നിന്ന് ചെറിയൊരു ഏണിങ്സ് കിട്ടും. എന്നാൽ അക്ഷയ് സാർ എന്ന് വെച്ചാൽ പഠിക്കാൻ മിടുക്കരായിരുന്നു, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പഠിച്ചാൽ വലിയൊരു പൊസിഷനിലേക്ക് പോകാം എന്ന് ഉണ്ടായിട്ടും ഈ RCMനെ പോലുള്ള RCMന്റെ ബിസിനസ് സാധ്യത മനസ്സിലാക്കി ആ ഡിഗ്രി പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് RCMലേക്ക് വന്നു, അതൊരു കരിയറായിട്ട് എടുത്ത് RCMലേക്ക് വന്നു. അങ്ങനെ ഇന്നിപ്പോ യുവാക്കൾ പലരും ഈ പാത പിന്തുടർന്ന് ഏറ്റവും ഞങ്ങൾ എപ്പോഴും പറയും ചെറിയ പ്രായം കുറഞ്ഞ ടെക്നിക്കൽ അച്ചീവ്മെന്റ്. ഇന്നും അക്ഷയെ പോലെ നിരവധി ചെറുപ്പക്കാര് മറ്റുള്ള ജോലി, അതിനുള്ള ഏറ്റവും വലിയ വേറൊരു തെളിവാണ് നമ്മുടെ മോട്ടു സാറിന്റെ മകൻ ഹരി. അതായത് ഹരി സാറ് വലിയ ഒരു MBBS ഡോക്ടർ ആയി, MBBS പഠനം കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നുള്ള ലെവലിൽ വേറെ ഒരു ഹോസ്പിറ്റലിലേക്കും അത് ഡോക്ടർ എന്നുള്ള പൊസിഷനിൽ പോകാതെ മെയിൻ കരിയറായിട്ട് ഇപ്പം RCMനെ എടുത്തേക്കുകയാണ്. അപ്പൊ ഇത്
ഇത് മറ്റുള്ള ആൾക്കാർക്ക് നോക്കിക്കാണുന്നവർക്ക് അവര് ചിന്തിക്കുക, ഇത്രയും ചെറുപ്പക്കാര് ഇതിലേക്ക് വരണമെങ്കിൽ ഇതിന്റെ ഒരു അവസരം എന്താണ്, ഇതിന് വന്നാൽ ഇത് ഏത് ലെവലിലേക്ക് ഇതെത്തും, അവരിതിനെ എല്ലാം മുന്നിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഇതിനകത്ത് മോർ ബെനിഫിറ്റ്സ് ഓഫ് നെറ്റ്വർക്കിംഗ്. ഇനി നെറ്റ്വർക്കിങ്ങിന്റെ കൂടുതൽ ബെനിഫിറ്റ്സിലേക്ക് നമുക്ക് നോക്കാം. നെറ്റ്വർക്കിംഗ് is not just about your career, it also helps you grow personally. You learn new things, see different perspectives and become more confident. അത് നെറ്റ്വർക്ക് ഒരു കരിയർ മാത്രമല്ല ഉണ്ടാക്കും, നമുക്കൊരു പേഴ്സണാലിറ്റി, ഒരു പേഴ്സണൽ ഗ്രോ ചെയ്യും. അത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അനീഷ് സാറൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ വളരെയധികം സംസാരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. എന്നാൽ ആർട്സ് ആൻഡ് ബിസിനസ്സിലേക്ക് വന്ന് പതുക്കെ അതിനോട് ചേർന്നപ്പോൾ ഇപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എനിക്ക് എപ്പോഴും തോന്നി, ആരോട് വേണമെങ്കിലും ഇപ്പൊ എത്ര വലിയ സദസ്സിനെ വേണമെങ്കിലും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അപ്പൊ അത്രയൊരു വളർച്ച ആ ഒരു ആർട്സ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നേടിക്കൊടുത്തതാണ്. അപ്പം അത്രയും കോൺഫിഡൻസ് കിട്ടുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു സംസാരിക്കും. അപ്പം കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒരു മേഖല തന്നെയാണിത്. പ്ലസ് ഇറ്റ് ക്യാൻ ബൂസ്റ്റ് യുവർ ബിസിനസ് ബൈ ഹെൽപ്പിംഗ് യു ഫൈൻഡ് ക്ലയൻസ്, പാർട്ട്നേഴ്സ് ആൻഡ് സ്റ്റേ ഹെഡ് ഇൻ യുവർ ഇൻഡസ്ട്രി. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ പുതിയ ക്ലയൻസിനെ, നമ്മൾ പാർട്ട്നേഴ്സിനെ ഒക്കെ നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തി നമ്മുടെ ബിസിനസ് നമുക്ക് അവിടെ പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ ബിസിനസ് കൂടുതൽ വലുതാക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ കണ്ടെത്തുന്ന ക്ലയൻസിനെയും അത് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്സും ഒക്കെ പോലിരിക്കും. നെറ്റ്വർക്കിംഗ് മിക്സ്. നെറ്റ്വർക്കിങ്ങിനെ പറ്റി കുറെ കെട്ടുകഥകൾ, കുറെ മിക്സ്, അതായത് സങ്കല്പം നിലനിൽക്കുന്നത്, അതായത് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സം പീപ്പിൾ തിങ്ക് നെറ്റ്വർക്കിംഗ് ഈസ് ഓൺലി ഫോർ എക്സ്ട്രോവേർട്ട്. കുറച്ചധികം ആൾക്കാർ വിചാരിക്കുന്നത് നെറ്റ്വർക്കിംഗ് എന്ന് വെച്ചാൽ എക്സ്ട്രോവേർട്സിനുള്ളതാണ്, എന്ന് വെച്ചാൽ ഒത്തിരി സംസാരിക്കുന്നവർക്ക്. നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ നെറ്റ്വർക്കേഴ്സും വന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ സംസാരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ നെറ്റ്വർക്ക് എന്നാണ് പലരുടെയും വിചാരം. പക്ഷെ ഒരിക്കലും അങ്ങനല്ല. ദാറ്റ്സ് നോട്ട് ട്രൂ. അത് ശരിയല്ല. ഇനി വൺ ക്യാൻ നെറ്റ്വർക്ക് ജസ്റ്റ് ഫൈൻഡ് എ സ്റ്റൈൽ ദാറ്റ്സ് കംഫർട്ടബിൾ ഫോർ യു. പതുക്കെ നമ്മൾ ഈ നെറ്റ്വർക്കിന്റെ മീറ്റിങ്ങിലും പതുക്കെ ഓരോ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മൾ പതുക്കെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരും എക്സ്ട്രോവേർട്ടിലേക്ക് മാറുന്നതായിരിക്കും. അനദർ മിത്ത് ഈസ് ദാറ്റ് ഇസ് മാനിപ്പുലേറ്റീവ്. എന്ന് വെച്ചാൽ വേറൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഇതൊരു മാനിപ്പുലേറ്റീവ്, ഇത് എന്തോ കൃത്രിമം നിറഞ്ഞതായിരിക്കും ഈ നെറ്റ്വർക്കിംഗ് മേഖലയിൽ നിന്ന് കുറേയധികം ആൾക്കാർ വിചാരിക്കുന്നത്. ബട്ട് നെറ്റ്വർക്കിംഗ് ഈസ് അബൌട്ട് ജെന്യുവിൻ കണക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് റിലേഷൻഷിപ്സ് ദാറ്റ് ബെനിഫിറ്റ്സ് ബോത്ത് സൈഡ്. നെറ്റ്വർക്കിംഗ് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നല്ല കണക്ഷൻസ്, നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അതായത് ആ റിലേഷൻഷിപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമുക്കറിയാം ലീഡേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ അസോസിയേറ്റ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റിലേഷൻഷിപ്പിലൂടെ ബെനിഫിറ്റ്സുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് നോക്കാം. ബാക്ക് ടു നെറ്റ്വർക്ക്. യു ക്യാൻ നെറ്റ്വർക്ക് അറ്റ് പ്രൊഫഷണൽ ഇവന്റ്സ് ലൈക്ക് കോൺഫറൻസ്, വർക്ക്ഷോപ്സ് ആൻഡ് ഇൻഡസ്ട്രി മീറ്റപ്സ്. നമുക്ക് നെറ്റ്വർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ എവിടെയൊക്കെ ഇത് കാണാം എന്നുള്ളത്. നമ്മൾ കൂടുതൽ നെറ്റ്വർക്ക് പ്രൊഫഷണൽസിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാ? നമ്മൾ കോൺഫറൻസുകൾ, ഇപ്പം തന്നെ നമുക്കറിയാം സൂം മീറ്റിംഗ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, അതായത് വീക്ക്ലി മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നു, വലിയ വലിയ ഹാൾ മീറ്റിംഗ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ വർക്ക്ഷോപ്സ്, അതായത് കോൺഫറൻസും വർക്ക്ഷോപ്സും ഇൻഡസ്ട്രി മീറ്റ്സപ്പ് ഒക്കെ സംഘടിപ്പിച്ച് നമുക്ക് ഇതിലൂടെ അവിടെ എല്ലാം നമുക്ക് നെറ്റ്വർക്കിന്റെ സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ നമുക്കത് അതിനെപ്പറ്റി വിജയിച്ച് നമുക്ക് കയറി വരാനും പറ്റും. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് എവറിഡേ ലൈഫ്. യുവർ ഫ്രണ്ട്സ്, ഫാമിലി, അലുമിനി നെറ്റ്വർക്ക്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ക്യാൻ ബി വാല്യുബിൾ കണക്ഷൻ. അതായത് നമ്മുടെ ദൈനംദിന ജീവിതം, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ കൂടെ പഠിച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി, ഇവിടെ നിന്നൊക്കെ നമുക്ക് കണക്ഷൻസുകൾ എടുത്ത് നമുക്ക് നെറ്റ്വർക്കിനെ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഹൗ ടു നെറ്റ്വർക്ക് എഫക്റ്റീവ്. എങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഹാവ് എ ക്ലിയർ പർപ്പസ്. ഒരു നെറ്റ്വർക്കിന് ഞാൻ എന്ന് പറയുന്നത് ആർട്സ് നെറ്റ്വർക്കിന്റെ ബേസിലാണ് പറയുന്നത്. എനിക്ക് ആ ഒരു നെറ്റ്വർക്ക് അതിനെപ്പറ്റി മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ ആദ്യമായിട്ടും ഇനി അവസാനം വരെയും ചെയ്യാൻ പോകുന്ന ഒരു നെറ്റ്വർക്ക് ആർട്സ് മാത്രമായിരിക്കും. അപ്പൊ അതിന് ആ നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ആ ആർട്സിനെ ബേസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. ഹാവ് എ ക്ലിയർ പർപ്പസ്. എപ്പോഴും നമുക്കൊരു ക്ലിയർ പർപ്പസ് കാണണം. അതായത് നമുക്ക് എപ്പോഴും ഒരു വിഷൻ നമുക്ക് വേണം. ബിഫോർ നെറ്റ്വർക്കിംഗ് ആസ്ക് യുവർസെൽഫ്.
ഒരു നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ തന്നെ മനസ്സിലാക്കണം. അതായത് വാട്ട് ഡു ഐ വാണ്ട് ടു അച്ചീവ്, എന്താണ് നമ്മൾ അതിൽ നിന്നും നേടാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ജോലിയായിട്ടാണ് നെറ്റ്വർക്കിംഗ് നമ്മൾ കാണാൻ പോകുന്നത്. മെന്റർഷിപ്പ്, അതായത് ഒരു മെന്റർഷിപ്പ്, നമ്മളൊരു ഇപ്പം ഹേമന്ത് സാറിനെയൊക്കെ പോലെ നമ്മൾ ഏറ്റവും ആരാധിക്കുന്നു, മെന്ററായിട്ട് നമ്മൾ ആരാധിക്കുന്നത്, ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ബിസിനസ് ഗ്രോത്ത്, അതായത് അതിൽ നിന്നൊരു ബിസിനസ് ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് നമ്മൾ തീരുമാനിക്കുക. ഹൂ ഷുഡ് ഐ കണക്ട് വിത്ത് ടു റീച്ച് ദാറ്റ് ഗോൾ. അത് ഓരോ ആൾക്കാരെയും നമ്മൾ കാണുമ്പോൾ ആ ഗോളിലേക്ക് അവരെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. സ്റ്റാർട്ട് വിത്ത് ജെന്യുവൻ ഇൻട്രസ്റ്റ്. നെറ്റ്വർക്കിംഗ് ഈസ് അബൌട്ട് റിലേഷൻഷിപ്പ്. അതായത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊരു റിലേഷൻഷിപ്പ് ബിസിനസ് ആണെന്ന് പറഞ്ഞു. അതായത് നോ ട്രാൻസാക്ഷൻ, അതായത് പൈസ ഇടപാടോ അങ്ങനെ ട്രാൻസാക്ഷൻ ഇടപാടുകളുടെ ഒരു രീതിയല്ല നെറ്റ്വർക്കിംഗ്. അതായത് നമ്മുടെ ആർട്സ് ബിസിനസ് തന്നെ ഒരു റിലേഷൻഷിപ്പ് ബിസിനസ് ആണ്. ഒരു കൺസിസ്റ്റൻസി വളരെ അത്യാവശ്യമാണ്. ഈ നെറ്റ്വർക്കിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം കൺസിസ്റ്റൻസി, സ്ഥിരത. ഈ മാസം നമ്മൾ നെറ്റ്വർക്ക് ചെയ്തു, ആർട്സ് ചെയ്തു, അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ചെയ്തില്ല, അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പരാജയപ്പെടുക തന്നെയാണ്. അത് എഫക്റ്റീവായിട്ട് ഈ നെറ്റ്വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. പ്രോസ്പെക്ടിങ് ആൻഡ് ടോക്കിംഗ് ടു ന്യൂ പീപ്പിൾ റെഗുലർലി. കൺസിസ്റ്റൻസി വരണമെന്നുള്ള ഒരു ഇതെന്താണ്, നമ്മൾ എന്ത് കാര്യം സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണാതെ പഠിക്കുമോ എന്ന് പറഞ്ഞ പോലെ, നമ്മളൊരു പാഠഭാഗങ്ങൾ കാണാതെ പഠിക്കണം, റിപ്പീറ്റ് വായിക്കുമ്പോൾ നമ്മൾ പഠിക്കും എന്ന് പറയുന്ന പോലെ, പ്രോസ്പെക്ടിങ് ആൻഡ് ടോക്കിംഗ് ടു ന്യൂ പീപ്പിൾ, പുതിയ ആൾക്കാരിലേക്ക് നമ്മൾ ചെയ്യുന്ന നെറ്റ്വർക്കിനെ പറ്റി, നമ്മളിപ്പം ജസ്റ്റ് ആർസിഎമ്മിനെ പറ്റി നമ്മൾ അവരുമായിട്ട് സംസാരിക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഫോളോയിങ് വിത്ത് ലീഡ്സ്, എന്നിട്ട് അവരെ നമ്മൾ ലീഡ് ചെയ്യുക, അവരെ നമ്മൾ ഫോളോ ചെയ്യണം. അവര് എന്താണ് നമ്മൾ ചെയ്തതുപോലെ അവർ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്താൽ നമ്മൾ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമുക്കും വിജയിക്കാൻ പറ്റും. പ്രസന്റിങ് യുവർ പ്രൊഡക്റ്റ് ഓർ ഓപ്പർച്യൂണിറ്റി ഡെയിലി വീക്ക്ലി. അതായത് പ്രൊഡക്റ്റിനെ പറ്റിയും അതിന്റെ അവസരങ്ങളെ പറ്റിയും എല്ലാം. പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ മീറ്റിങ്ങുകളിൽ കാണുന്നുണ്ട്, പ്രൊഡക്ട്സിനെ പറ്റി പറയുന്ന ഓരോ ക്ലാസ്സുകൾ കാണാം, ഓരോ സൂം മീറ്റിംഗ്സ്. ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത് ഇങ്ങനെ അത് ഡെയിലി വീക്കിലി നമ്മുടെ ഇപ്പൊ ഒരു മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ അതിനകത്ത് ചാർജ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ, നമ്മുടെ ആർട്സിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർക്കും നമ്മൾ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കൊടുക്കണം. അവരെ ഇത് ഡെയിലി വീക്ക്ലി ആയിട്ട് അവർക്ക് അത് നമ്മൾ എപ്പോഴും അത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സപ്പോർട്ടിങ് ആൻഡ് ട്രെയിനിങ് യുവർ ടീം. നമ്മുടെ ടീമാണ് നമ്മുടെ ശക്തി, ടീമിന്റെ സ്ട്രെങ്ത് ആണ് നമ്മുടെ ശക്തി. അപ്പം നമ്മുടെ ടീമിനെ ട്രെയിനിങ് കൊടുക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ആലപ്പുഴയിൽ തന്നെ ഞങ്ങളുടെ ഹൈപ്പാട് ഡെയിലി ഇപ്പം എന്നുള്ള ഒരു പുതിയ പ്രോഗ്രാം അക്ഷയ് സാറ് റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 2 മണിക്കൂറിന്റെ ഒരു വീഡിയോ അക്ഷയ് സാറിന്റെ കുറെ ഒരു അതിനെപ്പറ്റിയുള്ള ഇലാബറേറ്റ് ചെയ്തുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ ആർസിഎം എന്താണെന്ന് മനസ്സിലാകും, അതിന് ആർസിഎം ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടാകും. അപ്പൊ നമ്മളുടെ ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഷോയിങ് അപ്പ് ഫോർ മീറ്റിംഗ്സ്, ട്രെയിനിങ്സ് ആൻഡ് ഓരോ ഈവെന്റ്സിൽ നമ്മളിപ്പം രാജഗിരി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് 3 മാസമൊക്കെ കൂടുമ്പോൾ ട്രെയിനിങ്സും വലിയ ഇവന്റ്സുകളൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളിലെല്ലാം ഇവരെയൊക്കെ പങ്കെടുപ്പിക്കാനും നമ്മുടെ ടീമിനെ കൊണ്ടുപോകാനും നമ്മൾ ശ്രമിക്കുക. അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോഡക്ട്സ് ഡീപ്ലി. അതുപോലെ തന്നെ നമുക്കൊരു നെറ്റ്വർക്കിൽ നിന്ന് വിജയിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ പ്രോഡക്ട്സിനെ പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആർസിഎമ്മിൽ തന്നെ നമ്മൾ ആർസിഎമ്മിൽ പ്രോഡക്ട്സുകളുണ്ട്, FMCG പ്രോഡക്ട്സ് ഉണ്ട്, കേസോൾ പ്രോഡക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രോസഞ്ജീവനി പ്രോഡക്ട്സ്. ഈ പ്രോഡക്ട്സുകളെ ഒക്കെ പറ്റി നമ്മൾ വിശദമായിട്ട് നമ്മൾ ഡീപ്പായിട്ടത് മനസ്സിലാക്കിയിരിക്കും. ബിഫോർ സെല്ലിംഗ് ഓർ റിക്രൂട്ടിംഗ് യു മസ്റ്റ് ബിലീവ് ഇൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ പ്രൊമോട്ടിങ്. അതായത് നമ്മളിത് വിൽക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യൂസ് ദ പ്രൊഡക്ട്സ് യുവേഴ്സ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യൂസ് ദ പ്രൊഡക്ട്സ്. ഈ പ്രൊഡക്ട്സുകൾ നമ്മൾ തന്നെ ഉപയോഗിക്കുക. അവിടെ തന്നെ നമുക്ക് നമ്മുടെ ആർസിഎമ്മിൽ നമ്മൾ ആദ്യം പറയുന്നതാണ് യൂസ് ദ പ്രൊഡക്ട്സ് ആൻഡ് പ്രൊമോട്ട് ദ പ്രൊഡക്ട്സ്. യൂസ് ദ പ്രൊഡക്ട്സ്. നമ്മളിപ്പം പല ഹോട്ടലുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹോട്ടൽ ഉടമ ആ ഒരു ഡിഷിൽ ചോറ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം കഴിക്കുന്നു. ആ ഹോട്ടലിൽ ഉണ്ടാകുന്ന ഫുഡ് അദ്ദേഹം കഴിക്കത്തില്ലെന്ന്. കാരണം എന്താ, അദ്ദേഹത്തിന് അറിയാം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവ്സും അല്ലെങ്കിൽ അജിനാമോട്ടോ പോലുള്ള കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അത് ശരീരത്തിന് കേടാണ്. അതുകൊണ്ട് അദ്ദേഹം അത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമ്മുടെ കമ്പനി പറയുന്ന, നമ്മുടെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആണ് നമ്മൾ. കമ്പനി പറയുന്ന യൂസ് ദ പ്രൊഡക്ട്സ് യൂസ്. നമ്മൾ തന്നെ ആദ്യം അത് ഉപയോഗിക്കാൻ.
അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക്. ആ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിച്ചാലേ നമുക്ക് അതിൽ നിന്ന് ശക്തി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പ്രോഡക്ട്സുകളാണ് നമുക്ക്. അതായത് ആദ്യം നമ്മൾ നമ്മുടെ പ്രൊമോട്ടേഴ്സായി നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കൂ, നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നല്ല പറയുന്നത്, ആദ്യം അത് ഉപയോഗിക്കണം. അപ്പൊ യൂസ് ദ പ്രൊഡക്ട്സ് ആദ്യം അവർ തന്നെ ആ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുക. ലേൺ ദർ ബെനിഫിറ്റ്സ്, ഇൻഗ്രീഡിയൻസ്, ദ പ്രൈസിങ് ആൻഡ് ഹൗ ദേ കമ്പയർ ടു കോമ്പറ്റേറ്റേഴ്സ്. ഈ മാർക്കറ്റിൽ ഇതേ ഒരു നെറ്റ്വർക്ക് വിജയിക്കണമെങ്കിൽ, അതായത് മാർക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് പകരമായിട്ടുള്ള സാധനങ്ങളായിരിക്കണം അവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ആർസിഎമ്മിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ ആട്ട ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആർസിഎമ്മിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള ആട്ട ഉപയോഗിക്കുന്നു. അപ്പം അതുമായിട്ട് മത്സരിക്കുന്നതിനുള്ള പ്രൈസ്, ഇൻഗ്രീഡിയൻസ്, ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ആശീർവാദ് ആട്ട, നമ്മൾ വേറൊരു കമ്പനിയെ പേരെടുത്ത് പറയുന്നതെന്നാണ് പറയുന്നത്. എന്നാലും ആശീർവാദ് ആട്ടയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ 146 2 കിലോയ്ക്ക് ഉള്ളപ്പോൾ നമ്മുടെ ആട്ടയ്ക്ക് MRP 138, എന്നാൽ നമ്മളൊരു മെമ്പർഷിപ്പ് ആണെങ്കിൽ 108 കിട്ടും. അപ്പൊ അവിടുത്തെ പ്രൈസിങ്, ആ പ്രൈസിങ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. മറ്റുള്ള ഇതേ ഉപയോഗം തരുന്ന മാർക്കറ്റിൽ ഉള്ള മറ്റ് പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പ്രൈസിങ്, അതൊരു ഇൻഗ്രീഡിയൻസ്, നമ്മുടെ ആട്ട ഞങ്ങളൊക്കെ രാജസ്ഥാനിൽ പോയി നേരിട്ട് കണ്ടതാണ്. മുളപ്പിച്ച് പൊടിക്കുന്നത്, ചക്കിലാട്ടുന്ന സിസ്റ്റം അനുസരിച്ച്, അതായത് ഇടിച്ചു പൊടിക്കുന്ന തടി കൊണ്ടുള്ള ഇതിൽ ഇടിച്ചു പൊടിക്കുന്ന സിസ്റ്റത്തിൽ, അപ്പൊ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്, അതുപോലെ ഇത് ഉപയോഗിച്ചാലുള്ള ബെനിഫിറ്റ്സ്, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവരാകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. ബി റെഡി ടു ആൻസർ ക്വസ്റ്റ്യൻ ഹോണസ്റ്റ്ലി. നമ്മളിപ്പോ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ആർസിഎമ്മിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അവർ ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും സത്യസന്ധമായിട്ട് ആൻസർ പറയാൻ നമ്മൾ റെഡി ആയിരിക്കണം. ആർസിഎമ്മിൽ പറയുന്നുണ്ടോ, ഒരിക്കലും കള്ളം പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞൊന്നുമില്ല. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ആർസിഎമ്മിന്റെ ഒരു മേന്മ, ഏറ്റവും നല്ലൊരു കമ്പനിയിൽ നമ്മൾ എത്തപ്പെട്ടതിന് ദൈവത്തിന് ആദ്യം നമ്മൾ സ്തുതി പറയണം. അപ്പം ഏത് ക്വസ്റ്റ്യൻ ആൾക്കാർ ചോദിച്ചാലും നമ്മൾ അവർക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനകത്ത് എന്താണ് കണ്ടന്റ്, അത് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ പ്രൈസ് കോമ്പറ്റീവ്, എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അടുത്തത് ബിൽഡ് ജെന്യുവൻ റിലേഷൻഷിപ്പ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ശരിക്കും സത്യസന്ധമായ നല്ലൊരു റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല പ്രോഡക്ട്സുകളും അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിലും ആയിരിക്കണം പാർട്ട്നേഴ്സ് ആകുന്നത്. ആർസിഎം പോലുള്ള ഒരു നല്ല കമ്പനിയിൽ പാർട്ട്നേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരാളോടും കള്ളം പറയേണ്ടി വരില്ല. നല്ല ആ റിലേഷൻഷിപ്പ് എന്നും നിലനിൽക്കും. ഞാൻ കേട്ടിട്ടുണ്ട് പല നെറ്റ്വർക്കിലും ചെന്ന് ചാടിയിട്ട് പിന്നെ അവരുടെ വാതിലിൽ കൂടെ അവർ പോകുന്നില്ല. കാരണം അവർ ചോദിക്കും 10,000-15,000 രൂപ മുടക്കിയിട്ട് സാധനങ്ങൾ വാങ്ങി കട്ടിന്റെ അടിയിൽ കൊണ്ട് വെച്ചേക്കാം. ഉപയോഗിക്കാൻ എന്തിനു, ചിലപ്പോൾ കാർ ഇല്ലാത്തവർക്ക് കാർ വാഷ്, ഇതൊക്കെ ഉപയോഗിക്കേണ്ട സാധനങ്ങളല്ല. പക്ഷെ എന്തൊക്കെയോ നാളെ എത്തിക്കോ കിട്ടുമെന്നുള്ള ലെവലിൽ അവർ ജോയിൻ ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ജെന്യുവൻ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു നല്ല നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. ആർസിഎമ്മിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെ വിളിച്ചു നിർത്തി ഓരോ പ്രോഗ്രാംസിലും നമ്മൾ കാണുന്നുണ്ട്, ദൈവതുല്യമായിട്ടാണ് സംസാരിക്കുന്നത് ഓരോ പ്രോഡക്ട്സുകളെ പറ്റി. അപ്പം ജെന്യുവൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു നല്ല നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിന് സാധിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് നോട്ട് അബൌട്ട് പുഷിംഗ് പ്രോഡക്ട്സ്, ഇറ്റ്സ് അബൌട്ട് ഹെൽപ്പിംഗ് പീപ്പിൾ സോൾവ്. അതായത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരിക്കലും പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാൻ പുഷ് ചെയ്യുന്നൊരു സിസ്റ്റം ആയിരിക്കരുത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര വാങ്ങിക്ക് എന്ന് പറഞ്ഞ് പുഷ് ചെയ്യുക, അത് ഉപയോഗമുണ്ടോ അല്ലെങ്കിൽ എന്നുള്ള ഒരു കാര്യങ്ങളോ നോക്കുന്നില്ല. അതിനകത്ത് എന്ത് കണ്ടന്റ് ഉണ്ട് ഇതൊന്നും അല്ല നോക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ തോമസ് തുമ്പിൾ സാർ പറഞ്ഞ ഹിമാലയൻ സാനിക്കളിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് അതിന്റെ എന്താണെന്നൊന്നും അറിയത്തില്ല, കുറെ വരുമാനത്തിന് വേണ്ടി കുറെ കള്ളങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ നെറ്റ്വർക്കേഴ്സ് നിലനിൽക്കുന്നു. ഇതെല്ലാം കുറെ ഇപ്പം വാഷ് ഔട്ട് ആയി പോകാൻ പോവുകയാണ് നമ്മുടെ ഈ ഒരു നിയമം വന്നതോടുകൂടി. നമ്മുടെ ആർസിഎമ്മിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന ഒരു പ്രോഡക്ട്സുകളും നമ്മൾ പുഷ് ചെയ്ത് ആരോടും പറയുന്നില്ല വാങ്ങിക്കരുത്. ഇതിനെ ഉപയോഗിച്ചിട്ട് ഹെൽപ്പിംഗ് പീപ്പിൾ സോൾവ് പ്രോബ്ലംസ്, ഇത് ഉപയോഗിച്ചിട്ട് പലരുടെയും പ്രോബ്ലംസ് സോൾവ് ആകും. അപ്പോൾ ഇത് സോൾവ് ആകുന്ന അടുത്ത ഒരാളോട് പറയുന്നത് ഞാൻ ഇന്ന പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇന്ന പ്രശ്നം മാറി. അതായത് നമ്മളിപ്പോ ഒരു പഞ്ചതുളസി ഉപയോഗിച്ചു, എനിക്ക് ഇത് നിരന്തരമായിട്ടുള്ള ഒരു ചുമ അത് മാറി, അല്ലെങ്കിൽ എനിക്ക് പനി ഉണ്ടായിരുന്നു, ഞാൻ ഓഫീസിൽ പോയി, അപ്പൊ
ജസ്റ്റ് ആൾക്കാർ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയും നിന്ന സാധനമാണ്. ഞാൻ ഇന്നലെ ഒരു LIC ഓഫീസിൽ പോകേണ്ടതായിട്ട് വന്നു, പണ്ട് ചേർന്ന ഒരു LICയിൽ. അവിടെ ചെന്നോട്ടേ ഞങ്ങൾക്ക് പഞ്ചതുളസി ഇരിക്കും. പെട്ടെന്ന് നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കും, അതിനോട് എന്തോ ഒരു ഇന്റിമസി. ഞാൻ ചോദിച്ചത് പഞ്ചതുളസി. ആ ഇരിക്കുന്ന മാഡം മറ്റേ മാഡത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഇത് നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ്, നമ്മുടെ ഈ തൊണ്ടയിലെ പ്രശ്നങ്ങളെല്ലാം മാറും. പിന്നെ ഞാൻ ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെ ഡീപ്പായിട്ട് അവിടെ ഇരുന്നങ്ങ് പറഞ്ഞു കൊടുക്കും. ശരിക്കും അവർക്ക് മെമ്പർഷിപ്പ് ഒന്നും ഉള്ളതല്ല, പക്ഷേ പ്രൊഡക്ട്സ് നല്ലതായിട്ട് അവര് ആ പ്രൊഡക്ട്സിനെ പറ്റി അവരിന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ ആരോടും നമ്മുടെ പ്രൊഡക്ട്സുകൾ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർ വീണ്ടും വീണ്ടും അത് വാങ്ങിക്കും. ഫൈൻഡ് ഔട്ട് ദെയർ നീഡ്സ് ബിഫോർ റെക്കമെൻഡിങ് എങ്കിലും. ഓരോരുത്തരടുത്തും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, അതായത് അവരുടെ ആവശ്യം അനുസരിച്ച്, അവർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് റെക്കമെൻഡ് ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ അവരെ പിടിച്ചേൽപ്പിക്കാൻ പോകണ്ട. നമുക്കറിയാം, നമുക്ക് ന്യൂട്രിചാർജ്, നമുക്ക് ഒരു ഷുഗർ പേഷ്യൻസിന് അല്ലെങ്കിൽ അതുപോലെയുള്ള ഓരോ സ്ലിം ആൻഡ് ഫിറ്റ്, ഒരു വണ്ണമുള്ളവർക്ക് അവർക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മളവിടെ റെക്കമെൻഡ് ചെയ്താൽ മതി. ബി ഫ്രണ്ട്ലി ആൻഡ് ഓതന്റിക്, നോട്ട് ഓവർലി സെയിൽസ്ലി. അതായത് നമ്മൾ ഒരു കസ്റ്റമേഴ്സിനോട് നമ്മൾ പരസ്പരം ഇടപെടുമ്പോൾ, നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ ഇതിന് നെറ്റ്വർക്കിങ്ങിലാകുമ്പോൾ, അതായത് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കണം, സത്യസന്ധമായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ. അതായത് ഒരു സാധനം വിറ്റിട്ട് നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് ഏണിങ്സ് കിട്ടുക എന്ന് ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം ആയിരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മളെപ്പോഴും എന്ത്, അവരുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ച്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവരുടെ ഒരു വലിയ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്ത് അവരുടെ മനസ്സിന് അത്രയ്ക്ക് സന്തോഷം ഉണ്ടായി തിരിച്ച് ദൈവതുല്യമായിട്ട് നമ്മളെ കാണുന്ന രീതിയിൽ ഉള്ള രീതിയിലായിരിക്കും. അത് ആർസിഎമ്മിൽ നമ്മൾ വർഷങ്ങൾ കൊണ്ടേ കാണുന്നതാണ്. ആർസിഎമ്മിൽ വന്നവർക്കെല്ലാം പല പ്രോഡക്ട്സുകൾ ഉപയോഗിച്ച് കുറേയധികം റിസൾട്ടുകൾ വന്നിട്ട്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ദിനേശ് ബാവൽ സാർ നേട്ടുപാളെ, അതായത് ഗാമ ഒറൈസനെ പറ്റിയുള്ള ഒരു വീഡിയോ, അതായത് ആ സൂമിലൊക്കെ ഞാൻ കയറിയിരുന്നു. ആ റിസൾട്ട്, ആ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയത്, അത് ഉപയോഗിക്കുന്നതിന് മുമ്പ്, അത് ക്യാൻസർ പേഷ്യന്റ്, വായിലെല്ലാം ക്യാൻസറിന്റെ സെൽസ് ആണ്, ആ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോയും ഉപയോഗിച്ച് കഴിഞ്ഞ് 2-3 മാസമൊക്കെ കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷമുള്ള ഫോട്ടോയും നമ്മളെ അവിടെ കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ചപ്പം ഇത് മാറിയ കേസുകൾ വരെയുണ്ട്. അപ്പൊ സത്യസന്ധമായിട്ട്, അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ റിപ്പോർട്ടുകളൊക്കെ പുള്ളി നേരിട്ട് കാണിച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയച്ചു തരും. ഓരോരുത്തരും അത് കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അതിനുള്ള സൊല്യൂഷൻസ്, ആർസിഎമ്മിലെ പ്രൊഡക്ട്സുകൾ ഏതൊക്കെ ന്യൂട്രിചാർജ് ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഇത്രയധികം നന്മ നിറഞ്ഞ ഒരു പ്രസ്ഥാനത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ഇനി അടുത്ത, ചൂസ് ദ റൈറ്റ് ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിന് ശരിയായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അതായത് ട്രൈ ടു സെൽ എവരിവൺ ബട്ട് ഐഡന്റിഫൈ യുവർ ടാർഗറ്റ് മാർക്കറ്റ്, പീപ്പിൾ ഹു ആക്ച്വലി നീഡ്സ്. അതായത് ഓരോ വാട്ട് യു ഓഫർ, ഓരോരുത്തർക്ക് എന്താണോ ആവശ്യം, ഫോർ എക്സാമ്പിൾ അതനുസരിച്ച് അവരോട് ആ ഒരു കാര്യത്തിലേക്ക് അവർ നമ്മൾ കൊണ്ടുവരിക. എന്ന് വെച്ചാൽ ഹെൽത്ത് സപ്ലിമെന്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് സപ്ലിമെന്റ്സ് നമുക്ക് ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് സപ്ലിമെന്റ്സ് വന്നു കഴിഞ്ഞാൽ ന്യൂട്രിചാർജ് എന്നുള്ള ഒരു സെഗ്മെന്റ്സ് തന്നെയുണ്ട്. പീപ്പിൾ ഹു വാല്യൂ ഫിറ്റ്നസ് ആണ് വരുന്നത്. ആ പ്രോഡക്ട്സുകൾ ഉപയോഗിച്ചാൽ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ അവർക്കുള്ള വെൽനെസ്സും ഒക്കെ അത് ഉപയോഗിച്ചാൽ കിട്ടണം. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റും മാത്രമേ വിജയിച്ചു പോകുന്നുള്ളൂ. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ആർസിഎം ന്യൂട്രിചാർജ്. ഏത് പ്രോഡക്ട്സ് ഉപയോഗിച്ചാൽ അത് എന്തിന് ഉള്ള പ്രോഡക്ട്സ് ആണോ ആ പ്രോഡക്ട്സുകൾക്ക് ഹൈലി റിസൾട്ടഡ്. ഒരു സപ്ലിമെന്റ്സ് പോലും ഇന്ന റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ എനിക്ക് നമ്മുടെ ഇതുവരെയുള്ള ഈ 5 വർഷത്തിലുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ ഈ സപ്ലിമെന്റ്സുകൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരുടെ ചരിത്രങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുപോലെ സ്കിൻ കെയർ, പീപ്പിൾ ഹു കെയർ അബൌട്ട് ബ്യൂട്ടി ആൻഡ് സെൽഫ് കെയർ, സ്കിൻ കെയർ, അതിനും നമുക്ക് ആർസിഎമ്മിൽ ഉണ്ട്. കീസോൾ പ്രൊഡക്ട്സ്, നമ്മുടെ നേഹ മാഡം കൈകാര്യം ചെയ്യുന്ന കീസോൾ പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ TCGയുടെ മകളെ പ്രിയങ്ക മാഡമാണ് അതിന്റെ മെയിൻ തലപ്പത്തിരിക്കുന്നത്. ആ സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ, ബ്യൂട്ടി ആൻഡ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിസൾട്ട് കിട്ടണം. ഇപ്പൊ പല ബ്യൂട്ടീഷ്യന്മാരും, അതായത് ബ്യൂട്ടീഷ്യൻ എന്നുള്ളൊരു കോഴ്സ് കഴിഞ്ഞവരോ ഒന്നുമല്ല, പക്ഷെ നമ്മുടെ ആർസിഎമ്മിൽ കീസോന്റെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഇന്ന് നല്ല രീതിയിൽ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബ്യൂട്ടീഷ്യൻസ് ഇന്നിപ്പോ കീസോന്റെ പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചിട്ട് ഭയങ്കര പേര് എടുക്കുന്നുണ്ട്. അത് ഇപ്പൊ ഇവിടെ തന്നെ ഞങ്ങളുടെ ടീമിൽ തന്നെ ജെസ്സിമോൾ മാഡം ഉണ്ട്.
ഒരു ബ്യൂട്ടീഷ്യനാണ് മാഡം. ഇന്ന് നമ്മുടെ ആർസിഎമ്മിന്റെ കീസോൾ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഹൈലി, അതായത് നല്ല റിസൾട്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ കീസോളിന്റെ ഓരോ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ബ്യൂട്ടി ചെയ്തിട്ട് നമ്മളത് കഴിയുമ്പോൾ അവരാണോ ഇവരൊന്നും തോന്നിപ്പോകും. അത്ര നല്ല അവരുടെ ചേഞ്ചസ് ആക്കാൻ നമ്മുടെ പ്രോഡക്ട്സുകൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു മാഡത്തെ വിളിച്ചു, ഒരു വീട്ടമ്മ, സാധാ ഒരു വീട്ടമ്മയെ വിളിച്ചിട്ട്, അപ്പം ആ മാഡം അവിടെ വെച്ച് പറഞ്ഞു, അയ്യോ എനിക്ക് ബസ്സിൽ പോകണ്ട, ഞാൻ ഒത്തിരി ഒരുങ്ങിയതായിട്ട് അറിയിരുന്നു. അപ്പൊ അതേ രീതിയിൽ നമ്മുടെ കീസോളിന്റെ തന്നെ പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചിട്ട് അതേ രീതിയിൽ മേക്കപ്പ് ചെയ്തു കണ്ടാൽ പറയുന്നു. പക്ഷെ പുള്ളിയുടെ മുഖത്തെ കുഴിവുകളും അതുപോലെ കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് ഒരു സുന്ദരിയായിരുന്നു. അപ്പം അതേപോലുള്ള പ്രോഡക്ട്സുകൾ സ്കിൻ കെയർ രംഗത്തും നമ്മുടെ ആർസിഎമ്മിലുണ്ട്. നീ യൂസ് സോഷ്യൽ മീഡിയ വൈസ്ലി, അതായത് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നെറ്റ്വർക്ക് ചെയ്യും. ഇന്നത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഈസ് പവർഫുൾ ടൂൾ ഫോർ നെറ്റ്വർക്ക് മാർക്കറ്റ്. അതായത് ഇന്ന് ഏറ്റവും നല്ലൊരു പവർഫുൾ ടൂളാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഷെയർ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് സക്സസ് സ്റ്റോറീസ്. എപ്പോഴും നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്ട്സ് ഉപയോഗിച്ചതോ, അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയതോ, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ആരോഗ്യം കിട്ടിയതോ, ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ പറ്റും. ആ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. അപ്പൊ ഏത് കമ്പനിയുടെ ഏത് നെറ്റ്വർക്കിന്റെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണോ കൂടുതൽ നമുക്ക് റിസൾട്ടുകൾ കിട്ടുന്നത്, അതിലേക്ക് ആൾക്കാർ കൂടുതൽ വരും. ഇന്ന് ആർസിഎമ്മിൽ 4.5 കോടിക്ക് മുകളിൽ ആൾക്കാർ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ആർസിഎം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ കൊടുത്തിട്ട് ആർസിഎം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന വലിയൊരു വൈഡ് റേഞ്ചിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് സാധനങ്ങൾ ഉപയോഗിച്ച് കിട്ടുന്ന എക്സ്പീരിയൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യുക. സക്സസ് സ്റ്റോറീസ് നമ്മൾ ഷെയർ ചെയ്താൽ നമ്മൾ ആ നെറ്റ്വർക്കിൽ നമ്മൾ വിജയിക്കും. ഇന്ന് ആർസിഎം ബിസിനസ്സിൽ വിജയിക്കാൻ ഏറ്റവും നല്ല നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞു, നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന്, അതായത് നമ്മൾ ജോലി നഷ്ടപ്പെടുത്തിയതിൽ നമുക്ക് ഇതൊരു നല്ല വരുമാനത്തിലേക്ക് എത്താൻ പറ്റിയ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുക. അടുത്ത, അവോയ്ഡ് സ്പാമിംഗ് യൂസ് ഓർ പോസ്റ്റിംഗ് എക്സാജറേറ്റഡ് ഇൻകം ക്ലെയിംസ്. അത് ഒരിക്കലും സ്പാമിംഗ്, നമ്മൾ ഇല്ലാത്ത ഒരു കാര്യത്തെ എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. അതായത് നമുക്ക് ഇൻകം ക്ലെയിംസ്, എനിക്ക് ഇത്രയും കിട്ടി. നമ്മൾ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗും കണ്ടിട്ടുണ്ട്. ആദ്യം പോകുന്ന പോലെ ആയിട്ടില്ല പിന്നെ വരുന്നത്. അവരുടെ ആകപ്പാട് രൂപങ്ങളും മാറും. പിന്നെ അവർ ചിലപ്പം റെന്റിനെടുത്ത കാറിലും അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മളിത് ആ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടി നമ്മളെ പ്രലോഭിപ്പിക്കും. പക്ഷെ നമ്മുടെ ആർസിഎം ബിസിനസ്സിലൊക്കെ നമ്മൾ എന്താ, ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നുമേ പറയുന്നില്ല, ഉള്ളത് തന്നെ പറയാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഹേമന്ത് സാറിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. സുധാകരൻ സാർ, അതായത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരാള് ആർസിഎമ്മിലേക്ക് വന്നപ്പോൾ നല്ല സൂപ്പർ ഒരു വീട് സ്വന്തമാക്കി. വേറെ വരുമാനം ഒന്നും ഇല്ല സാറിന്, അതായത് വാടക വീട്ടിലായിരുന്നു നോക്കണം. ആർസിഎം ചെയ്തത് മാത്രം, അതായത് 10,000 രൂപ മതി എന്നും പറഞ്ഞാണ് ആർസിഎമ്മിലേക്ക് വന്നത്. ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് കിട്ടുന്ന ഒരു ലെവലിലേക്ക് മാറി. മോനും മോളും, അതായത് ബിടെക്, രണ്ടുപേരും നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ. പക്ഷെ അവർ ആർസിഎമ്മിലേക്ക് വന്ന് അവര് റോയൽറ്റി ഗോൾഡ് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ലെവൽ, 2 കാറുകൾ സ്വന്തമാണ്. എന്നുവെച്ചാൽ ഉള്ളത് മാത്രം പറയുക. നമ്മുടെ ആർസിഎം വിജയിക്കാനും നമുക്ക് ഉള്ളത് തന്നെ പറഞ്ഞാൽ മതി. അത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. പിന്നെ ഈ ഞങ്ങൾക്ക് തന്നെ എടുത്തു പറയാൻ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമായിട്ടുള്ള ഞങ്ങളുടെ ആർസിഎമ്മിന്റെ, ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ ആർസിഎം കൊണ്ടുവന്ന ആളാണ് ശൈലേഷ് സാർ. ശൈലേഷ് സാറെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കടം, ഞാൻ ആർസിഎം തുടങ്ങുന്ന സമയത്ത് പ്രോഡക്ട്സുകൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ഷോപ്പിന്റെ, അതായത് ഒരു വീടിന്റെ വരാന്തയായിരുന്നു അവരുടെ ഷോപ്പ്. അത് ജസ്റ്റ് നമുക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ല, അതേ ലെവലിലൊരു വരാന്തയിലായിരുന്നു ആ ഷോപ്പ് ഉള്ളത്. അതിൽ നിന്ന് സാർ 10 ലക്ഷം രൂപ, 10 ലക്ഷത്തിന്റെ ടോട്ടൽ ഇത് പ്രോഡക്ട്സുകൾ അവിടെ ഉള്ള ഒരു വലിയ ഷോപ്പിലേക്ക് സാറിന് മാറാൻ കഴിയും. സാറിന് വേറെ ഒരു വരുമാനവും ഇല്ല, ആർസിഎം എന്നുള്ള ഒറ്റ ഒരു വരുമാനം മാത്രമായിരുന്നു. പിന്നെ സാറിന്റെ മകനെ അക്ഷയ് സാറും ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് അതിലേക്ക് വന്നു. പിന്നെ അവർ ആ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാര്യം. ഞാനൊക്കെ 5 വർഷത്തിന് മുമ്പ് ആർസിഎം വന്നപ്പോൾ ഉള്ള കാര്യം. ആ സമയത്ത് വാടക വീട്ടിലായിരുന്ന സാർ ഇന്നിപ്പോ സാറിന് 2 കാർ സ്വന്തമായിട്ടുണ്ട്.
1 കോടിയുടെ ഒരു വില്ല, 1 കോടി. ഞങ്ങൾ ഹൗസ് വാമിങ്ങിനൊക്കെ പോയിരുന്നു. അത് 1 കോടി രൂപ വില മതിക്കുന്ന ഒരു വില്ലയിലേക്ക് മാറാൻ പറ്റി. അപ്പം നമുക്ക് ആർട്സിലൂടെ കിട്ടുന്നത് മാത്രം പറഞ്ഞാൽ തന്നെ നമുക്ക് നിരവധി, ഇങ്ങനെ പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അവോയ്ഡ് സ്പാമിങ്. ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയണ്ട, ഉള്ളത് മാത്രം പറയാം. അപ്പൊ ഉള്ളത് പറയുമ്പോൾ അതിൽ ഏറ്റവും നല്ല നെറ്റ്വർക്ക് ഏതാണോ അതിലേക്ക് ജനങ്ങൾ വന്നിരിക്കും. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2030 ആകുന്നതോടുകൂടി 90% ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 90% ആൾക്കാരും ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിരിക്കണം. അപ്പം കൂടുതലും വരാൻ പോകുന്നത് ആർട്സിന്റെ ഭാഗമായിരിക്കും നമുക്ക് നെഞ്ച് കഴിച്ച് പറയാൻ പറ്റും. അടുത്ത ട്രെയിൻ ആൻഡ് സപ്പോർട്ട് യുവർ ടീം. നമ്മുടെ ടീമിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ? ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ആർട്സിനെ പറ്റി മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ നെറ്റ്വർക്കിനാണെങ്കിൽ ആ നെറ്റ്വർക്കിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും അതുപോലെ സപ്പോർട്ടും കൊടുക്കണം. യുവർ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ യുവർ ടീം പെർഫോംസ്. ഞാൻ എപ്പോഴും സത്യത്തിൽ ആലോചിക്കുന്ന ഒരു കാര്യം, ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ വലിയ നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ഒരു പ്രതിഫലം ഉണ്ടാകത്തില്ല. കാരണം സ്റ്റാർട്ടിങ്ങിൽ വർക്ക് കൂടുതലും ഇൻകം കുറയും കൊണ്ട് ചെല്ലുമ്പോൾ വർക്ക് പതുക്കെ പതുക്കെ കുറയും, ഇൻകം പതുക്കെ പതുക്കെ കൂടും. ലാസ്റ്റ് ഇൻകം നല്ലതാവും, വർക്ക് ഇല്ല, ആ ഒരു പൊസിഷനിലോട്ട് ചെല്ലും ആർസിഎം പോലുള്ള ആർസിഎം നെറ്റ്വർക്കും ഒക്കെ. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ടീമിനെ ഇതെല്ലാം മനസ്സിലാക്കി, അതായത് അവർക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു, ഇന്ന് നമ്മൾ എങ്ങനെയായി, അതിനൊരു സ്റ്റേബിൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ നമ്മുടെ ടീമിനെ പഠിപ്പിച്ചു കൊടുക്കുക. ഓഫർ ട്രെയിനിങ്, മോട്ടിവേഷൻ ആൻഡ് മെന്റർഷിപ്പ്. നമ്മൾ എപ്പോഴും അവർക്കൊരു നല്ലൊരു ട്രെയിനിങ് കൊടുക്കുക, മോട്ടിവേറ്റ് എന്ന് വെച്ചാൽ ഇവരെ എല്ലാം വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവർ നാളെ നമ്മളെ ദൈവതുല്യമായിട്ട് കാണാൻ വേണ്ടിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്കും കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവർക്ക് വേണ്ടി നല്ല മോട്ടിവേഷൻ കൊടുക്കുക, അതിൽ മെന്റർഷിപ്പ്, നല്ലൊരു നേതൃത്വ സ്ഥാനം അവർക്ക് കൊടുത്ത് നമ്മൾ അവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരിക. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ചെറിയ അച്ചീവ്മെന്റ് ആണ് നേടുന്നതെങ്കിലും നമ്മൾ അവർ സെലിബ്രേറ്റ് ചെയ്യണം. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ ഇപ്പം എല്ലാ മാസത്തിലും അച്ചീവേഴ്സ് സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബിഗിനർ ലെവലിൽ എത്തിയവർക്ക് ട്രോഫി, സ്റ്റാർട്ടർക്ക് ട്രോഫി, ഇങ്ങനെ ഓരോ ലെവലുകൾ അച്ചീവ് ചെയ്യുന്നവർക്ക് ട്രോഫി. എന്ന് വെച്ചാൽ ആ ഒരു ഇതിലൂടെ അവർക്ക് സന്തോഷം ഉണ്ടാവും, അവർക്ക് അതിന് മുകളിലേക്ക് കയറാൻ ഉള്ള ഒരു പ്രൊമോഷനാണ്. അതിലൂടെ ഓരോ ആൾക്കാർക്കും അതിന്റെ ട്രോഫികൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരാൾ ആർട്സ് ആൻഡ് ബിസിനസ്സിലാകുമ്പോൾ നമുക്ക് ഓരോ ലെവലുകളുണ്ട്. ബിഗിനർ, സ്റ്റാർട്ടർ, ഇങ്ങനെ ഓപ്പണർ, ഇങ്ങനെയുള്ള ഓരോ ലെവലുകളുണ്ട്. ആദ്യം വരുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ആദ്യം ബിഗിനർ എന്നുള്ള ലെവലിൽ തന്നെയാണ്. ഇന്നിപ്പോ മൂർത്തി സാർ സഫയർ എന്നുള്ള ഒരു പൊസിഷനിൽ എത്തിയെങ്കിൽ ആദ്യം സാർ ബിഗിനർ എന്നുള്ള ഒരു പോസ്റ്റിലാവുന്നത്. ആ ഒരു ഇംഗത്തിൽ നിന്നാണ് സാർ കയറി സഫയറിലേക്ക് എത്തിയത്. ഇത് എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ബിഗിനറിൽ നിന്ന് വരുന്നവർക്ക് അവർക്കും നമുക്കുടെ വാല്യൂ ഉണ്ട്. ആ വാല്യൂ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ ഇത്രയും വലിയ പൊസിഷനിലേക്ക് എത്തുമെന്നുള്ള പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർക്ക് കിട്ടുന്ന അവരെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളും നമ്മൾ അവരെ അഭിനന്ദിക്കുക തന്നെ ചെയ്യുക. ബി അവൈലബിൾ ടു ആൻസർ ക്വസ്റ്റ്യൻ ആൻഡ് പ്രൊവൈഡ് ടൂൾസ്. അവർക്കുള്ള അവർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവർ ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ കൊടുക്കുക. അതിന് അവർക്ക് ടൂൾസുകൾ നമുക്കറിയാം. നമ്മൾ ഓരോ പ്രോഗ്രാംസിന് ചെല്ലുമ്പോഴും വെളിയിൽ അതിന്റെ ടൂൾസുകൾ വിൽക്കാനായിട്ടും ഇന്നിപ്പം നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്, മൈക്ക് ഒക്കെ അടിച്ച് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. കാരണം ആൾക്കാർ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ടൂൾസുകൾ വാങ്ങിച്ച് ഉപയോഗിക്കും. കാരണം അവർക്ക് കൂടുതൽ നമ്മൾ ചെയ്യുന്ന ആർട്സ് നെറ്റ്വർക്കിനെ പറ്റി മനസ്സിലാകാനും പ്രോഡക്ട്സുകളെ പറ്റി മനസ്സിലാകാനും എല്ലാം ഈ ടൂളുകൾ അവരെ വളരെയധികം സഹായിക്കും. അടുത്ത ഫോളോ അപ്പ് കൺസിസ്റ്റന്റ്. എപ്പോഴും ഫോളോ അപ്പ് നിർബന്ധമാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോളോ അപ്പ് പൊളൈറ്റ്ലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി. ഈ ഓരോ ഫോളോ അപ്പും പൊളൈറ്റ്ലി ആയിരിക്കണം, റെസ്പെക്ട് എന്ന് വെച്ചാൽ ബഹുമാനം. നമ്മൾ പരസ്പരം ബഹുമാനിച്ച്, അത് ആരാണേലും ആർസിഎമ്മിൽ വരുന്ന ഓരോ മെമ്പർമാരെയും നമ്മൾ റെസ്പെക്ട്ഫുള്ളി ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകണം. അവരിനി അതവർ എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ഇതിനകത്ത്
ഒരു ഇന്ന പൊസിഷനിൽ നിൽക്കുന്നവരെന്നോ അല്ലെങ്കിൽ ഇന്ന എഡ്യൂക്കേഷൻ, നമ്മൾ ആർട്സിൽ വരുമ്പോൾ മെമ്പർഷിപ്പ് അടിക്കുമ്പോൾ നമ്മൾ ഒന്നും നോക്കുന്നില്ല. അതായത് 18 വയസ്സ് തികയണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് നമ്മൾ വെച്ചിരുന്നത്. ആ 18 വയസ്സ് തികയണം എന്നുള്ള ക്രൈറ്റീരിയ വെക്കാൻ കാരണം എന്താ? അങ്ങനെ ഒരു 18 വയസ്സാകുമ്പോഴേ ഒരു പക്വതയാണ്, തിരിച്ചറിവിന്റെ പ്രായമാണ്. അത് കഴിഞ്ഞ് 90 വയസ്സായ ആൾക്കാർക്ക് വരെ നമുക്ക് അവിടെ മെമ്പർഷിപ്പ് അടിക്കാം, മെമ്പർഷിപ്പിലോട്ട് വരാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഈ ആ ഒരു മെമ്പർഷിപ്പിലേക്ക് അവരെത്തുമ്പോൾ അവർ ഓരോരുത്തരും, അവർ ചിലപ്പം വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവരായിരിക്കാം, ചിലപ്പം 5ാം ക്ലാസ് ആയിരിക്കാം, അതൊന്നും നമുക്ക് അവിടെ നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ചിലപ്പം ഒരു വെളുത്തവരായിരിക്കാം, കറുത്തവരായിരിക്കാം, അല്ലെങ്കിൽ ജാതി ഉയർന്നവരായിരിക്കാം, താഴ്ന്ന, ഇതൊന്നും നമുക്ക് അവിടെ മാനദണ്ഡമല്ല. ഓരോ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ, നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ആയിട്ട് കണ്ട് അവരെ അതേപോലെ ആദരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അവരെ അതേപോലെ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കണം. സ്റ്റേ കണക്റ്റഡ് ഈവൻ ഇഫ് ദേ സ്റ്റേ നോ അറ്റ് ഫസ്റ്റ്. നമ്മൾ ഓരോരുത്തരെയും നമുക്കറിയാം, ആർട്സിയം ബിസിനസ്സായിട്ട് എടുത്തവർക്കും ആർട്സിയമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു നെറ്റ്വർക്ക് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും നമ്മൾ ആദ്യമായിട്ട് ചിലപ്പോൾ ആരോട് ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നോ ആയിരിക്കും പറയും. നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, നോ എന്ന് പറയുമ്പോൾ ആ നോയെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് കാണാൻ നമ്മൾ പഠിക്കണമെന്ന്. കറക്റ്റാണ്. കാരണം ആദ്യം ആർക്കും പറഞ്ഞ ഉടനെ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പം അവർ ചിലപ്പോൾ നോ പറയും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് കാണുക, അതിനെയൊക്കെ പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് നമ്മൾ ബിസിനസ്സിൽ മുന്നോട്ട് പോകാം. ഷെയർ ഹെൽപ്ഫുൾ അപ്ഡേറ്റ്സ് ഓർ ടെസ്റ്റിമോണിയൽസ്. നമ്മുടെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് പോവുക. സ്റ്റേ ഹോണസ്റ്റ് ആൻഡ് എത്തിക്കൽ. നമ്മളെപ്പോഴും സത്യസന്ധരാകുക. എത്തിക്സ് നല്ല എത്തിക്സിന് നിരക്കുന്ന പ്രവർത്തികൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. ദിസ് ഈസ് ക്രൂഷ്യൽ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഗെറ്റ്സ് എ ബാഡ് നെയിം ബിക്കോസ് ഓഫ് അൺഎത്തിക്കൽ ബിഹേവിയർ. അതായത് നേരത്തെ നമ്മൾ നേരത്തെ ഒക്കെ ഉള്ളതിനകത്ത് പറഞ്ഞു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പണ്ട് കുറെ അൺഎത്തിക്കലായിട്ടുള്ള, എത്തിക്സിന് നിരക്കാത്ത പ്രവർത്തികൾ കാണിച്ച കുറെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ കുറെ ബാഡ് നെയിം ഉണ്ടാക്കിയെടുത്ത് കുറെ നെറ്റ്വർക്കേഴ്സ് ഉണ്ട്. അങ്ങനെയൊന്നും ആകാതെ ഇരിക്കുക. നമ്മൾ ആർട്സിയം എടുത്താൽ നമുക്കറിയാം, നമുക്ക് എത്തിക്സ് മാത്രമേ നമുക്കുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദേഷ്യമുള്ളവരാണെങ്കിലും നല്ല ക്ഷമാശീലമുള്ളവരായി മാറും, അത് ഉറപ്പാ. കാരണം നമ്മുടെ ഒരു അസോസിയേറ്റ്സ് ഇച്ചിരി ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ അവരെ, നമുക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ അവരോട് ആ ദേഷ്യം ഒന്നും കാണിക്കാൻ പോകത്തില്ല. കാരണം അവരെ എത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അവരെത്ര അധികം വളരുന്നു, അതാണ് നമ്മുടെ വളർച്ച. അവര് നമ്മുടെ കൂടെ വരുന്നവർ എത്ര സ്ട്രോങ് ആക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ സ്ട്രോങ് ആവും. അപ്പം എത്തിക്സ് വിടാതെ നമ്മൾ പ്രവർത്തിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു മുകളിലേക്കുള്ള ഒരു പാതയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരെല്ലാം കൊഴിഞ്ഞു പോയിരിക്കും. കാരണം ഒരു വട്ടോ രണ്ടു വട്ടോ പോയിട്ട് ഒരാൾക്ക് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അവരോട് ദേഷ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ ഇതിനകത്ത് വിജയിക്കാൻ പറ്റുന്നില്ല. അപ്പം ക്ഷമ എന്നുള്ള ആർട്സിയം എന്നുള്ള ക്ഷമ നല്ലതായിട്ട് പഠിപ്പിച്ചിരിക്കും. നല്ലൊരു വ്യക്തി ഏതൊക്കെ ലെവലിൽ നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകണമോ അതെല്ലാം ആർട്സിയമിൽ വന്നു കഴിഞ്ഞാൽ നല്ല വ്യക്തിയാകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാ ഗൈഡൻസും എല്ലാം അവിടെ നമുക്ക് കിട്ടുന്നതാണ്. നെവർ എക്സാജറേറ്റ് ഏണിങ്സ് ഓർ പ്രൊഡക്ട്സ് റിസൾട്ട്. നെറ്റ്വർക്ക് വരുമ്പോൾ പ്രോഡക്ട്സ് റിസൾട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ പറ്റിയോ ഒന്നും കള്ളം പറയുകയോ ചെയ്യേണ്ട. അതായത് നെവർ എക്സാജറേറ്റ്. ഇല്ലാത്ത കാര്യങ്ങളിൽ പെരുപ്പിച്ച് കാണിച്ച് നമുക്ക് ഇത്ര രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആൾക്കാരെ ഇതിനകത്തോട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം എന്ന് ഒരിക്കലും ആർട്സിയം പോലുള്ള നമ്മുടെ നെറ്റ്വർക്ക് ഒന്നും പറയത്തില്ല. അങ്ങനെ ചെയ്യുന്ന നെറ്റ്വർക്ക് എല്ലാം സ്പാം ആയിരിക്കും. അതെല്ലാം ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് അതെല്ലാം വാനിഷാകാൻ പോവുകയാണ്. കാരണം നമ്മുടെ ആർട്സിയം പോലുള്ള നല്ല കമ്പനികൾ മാത്രം നിലനിൽക്കാൻ പോകുന്ന ഒരു സ്റ്റേജിലേക്കാണ് വരുന്നത്. ആർട്സിയമിനെ ചോദിച്ചു പറഞ്ഞിനി വന്ന ആൾക്കാരെ ഐഡിയ എടുക്കുന്നത്, ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ലെവലിലേക്ക് ഇപ്പം എത്തിപ്പെട്ടു കഴിഞ്ഞു. ഡോണ്ട് പ്രഷർ പീപ്പിൾ ടു ബൈ ഓർ ഗിവ്. ഒരിക്കലും ആരെയും ഇതിനകത്തോട്ട് നമ്മൾ ഒരു ആളിനെ കണ്ടു, അവർക്ക് സാധനങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ നിർബന്ധിച്ച് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനോ നിർബന്ധിച്ച് സാധനങ്ങൾ സെയിൽ ചെയ്യാനോ നമ്മൾ നോക്കരുതെന്ന് പറയുന്നു. നമ്മൾ ആർട്സിയമിന് മെയിൻ ഒരു കാര്യമില്ല, ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കേണ്ട. നമ്മൾ സാധനം കൊടുത്തു, അവരെ ആദ്യം കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് അവർ ഇഷ്ടപ്പെട്ടാൽ അവർ റീപർച്ചേസ് ചെയ്യട്ടെ.
അവർ നിരന്തരം റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമുക്ക് MRP നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിലക്കുറവിൽ കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ അവർ ഫോഴ്സ് ചെയ്ത് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യിക്കാൻ നമ്മൾ ആർക്കെന്തായാലും പറയുന്നതേയില്ല. നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ പറയുന്നതേയില്ല. അങ്ങനെ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളെ സിസ്റ്റം പറയുന്ന രീതിയിൽ ജസ്റ്റ് സാധനങ്ങൾ കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ തന്നെ നമ്മളുടെ വിലക്കുറവിൽ സാധനം കിട്ടാനുള്ള വഴി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവർക്കൊരു മെമ്പർഷിപ്പ് കൊടുത്ത് നമ്മളൊക്കെ അവരെ ജോയിൻ ചെയ്യിപ്പിക്കാം. അടുത്ത ഫോക്കസ് ഓൺ വാല്യൂസ് നോട്ട് ഹൈപ്പ്. വാല്യൂവിന് ഫോക്കസ് ചെയ്യുക, നല്ല കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക. ഹൈപ്പിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതില്ല. അതായത് ഹൈപ്പിനെ നമ്മള് വാല്യൂസിന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. വലിയ പൊങ്ങച്ച പറയുക, അല്ലെങ്കിൽ വന്നിരുന്നിട്ട് ഹാഷ് ഫിഷ് പറയുക, ഇതിനെ ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല. ആർട്സ് ബിസിനസ്സിൽ ഒട്ടുമേ ഇതിനൊന്നുമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല. നല്ല രീതിയിൽ വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ അടങ്ങുന്ന ഈ ആർട്സ് ബിസിനസ്. അടുത്ത കീപ് ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്. അതായത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, അതിലൂടെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നു. അറ്റൻഡ് കമ്പനി ട്രെയിനിങ്സ്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കമ്പനി ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാം. അതിനുള്ള ഏറ്റവും വലിയ സിസ്റ്റമാണ് ULP പോലുള്ള പ്രോഗ്രാംസ്. കമ്പനി തന്നെ നേരിട്ട് വന്ന് നമുക്കിപ്പോൾ ട്രെയിനിങ്ങുകൾ വരുന്നുണ്ടല്ലേ. അപ്പൊ ആ കമ്പനി ട്രെയിനിങ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു നെറ്റ്വർക്കിനെ പറ്റി പഠിക്കും, അതിനെപ്പറ്റി ഇംപ്രൂവ് ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നല്ലോ നമ്മുടെ ഈ രൂപാന്തര യാത്ര. കമ്പനി തന്നെ നേരിട്ട് വന്ന് കമ്പനിയിൽ നിന്ന് നേരിട്ട് ആൾക്കാർ വരുന്നു, അല്ലെങ്കിൽ ULP പ്രോഗ്രാമിൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. പിന്നെ കമ്പനി നേരിട്ട് ഓരോ പ്രോഗ്രാംസുകൾ സംഘടിപ്പിച്ചു. അതൊക്കെ എന്ത് സന്തോഷത്തോടെയാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടത്. റീഡ് ബുക്സ് ആൻഡ് സ്റ്റഡി സെയിൽസ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ലീഡർഷിപ്പ്. അതായത് ഇതിനെപ്പറ്റി കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും പഠിക്കാനും വേണ്ടി നമുക്ക് ബുക്സുകൾ വായിക്കാം. അതുപോലെ തന്നെ സെയിൽസ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ സെയിൽസിനെ പറ്റി നമുക്ക് പഠിക്കാം. കമ്മ്യൂണിക്കേഷൻ, ഏറ്റവും നമ്മുടെ നെറ്റ്വർക്കിന്റെ അതായത് ഏറ്റവും നാഴികക്കല്ലെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് തന്നെ പോകണം. ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ലീഡർഷിപ്പ്, അതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നല്ലൊരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ പതുക്കെ വരും. അടുത്ത നെറ്റ്വർക്കിംഗ് ടിപ്സ് ഫോർ ബിഗിനേഴ്സ്. ഒരു ബിഗിനർ ആയിട്ടുള്ള വരുന്ന ഒരാൾക്ക് നെറ്റ്വർക്കിംഗ് എന്തൊക്കെ ടിപ്സുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റാർട്ട് സ്മാൾ, അറ്റൻഡ് മീറ്റിംഗ് വിത്ത് എ ഫ്രണ്ട് ഓർ ഫോക്കസ് ഓൺ മേക്കിംഗ് എ ഫ്യൂ ക്വാളിറ്റി കണക്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു മീറ്റ് എവരിവൺ. നമുക്കറിയാം ഇത് തുടങ്ങുന്നത് ചെറിയ രീതിയിലായിരുന്നു. പക്ഷെ പതുക്കെ മീറ്റിംഗ്സുകളിലും അതുപോലെ തന്നെ ഇതിൽ വിജയിച്ചവരുമായിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷനിലൂടെയും അവരുടെ മീറ്റപ്പിലൂടെയും ഒക്കെ നമ്മൾ ഇത് സ്മാളിൽ നിന്ന് ബിഗിലേക്ക് ആവുന്നതായിരിക്കും. മീറ്റിംഗ്സ് ആർ ദ ഹെർട്ട് ബീറ്റ്സ് ഓഫ് സ്ട്രോങ് നെറ്റ്വർക്ക്. ഏതൊരു നെറ്റ്വർക്കിന്റെയും, അതായത് വിജയിച്ച ഏതൊരു നെറ്റ്വർക്കിന്റെയും ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് മീറ്റിംഗ്സുകളാണ് തന്നെയാണ്. അതിനാണ് നമ്മുടെ RCMൽ മീറ്റിംഗ്സുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. മീറ്റിംഗ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരെ നമ്മൾ വിജയിക്കത്തുള്ളൂ. നമുക്കറിയാം നമ്മുടെ കമ്പനി നമുക്ക് നിങ്ങൾ ഇത്ര മീറ്റിംഗ്സിന് പോകുന്നുണ്ടോ, ഇതൊന്നും കമ്പനി നോക്കുന്നില്ല. കമ്പനി നമുക്കറിയാം RCMകാർക്ക്, ഞാൻ RCMകാരെ ബേസ് ചെയ്ത് പറയും, RCM ഒരു നമ്മുടെ രണ്ട് സൈഡിൽ എന്താണോ PV ജനറേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഇൻകം വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് വരും, നമുക്ക് 7-ാം തീയതി ആകുമ്പോൾ നമുക്കുള്ള വരുമാനവും വരും. പക്ഷെ അവിടെ മീറ്റിങ്ങുകൾ, എന്നാൽ ഈ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സ്ട്രോങ്ങിലോട്ട് നെറ്റ്വർക്കിലോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വലിയൊരു നെറ്റ്വർക്കർ ആകണമെങ്കിൽ നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. കാരണം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം. ദേ ഹെൽപ്പ് എഡ്യൂക്കേറ്റ്, മോട്ടിവേറ്റ്, റിക്രൂട്ട് ആൻഡ് ബിൽഡ് മൊമെന്റം. അതായത് നമുക്ക് പഠിക്കാനും നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും മോട്ടിവേഷൻ കിട്ടാനും പുതിയ റിക്രൂട്ട്മെന്റ് നടത്താനും എല്ലാം നമുക്ക് മീറ്റിങ്ങുകളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. പ്രാക്ടീസ് യുവർ കോൺവെർസേഷൻ സ്കിൽസ് ബൈ പ്രിപ്പയറിംഗ് ഐസ് ബ്രേക്കേഴ്സ് ആൻഡ് ആസ്കിംഗ് ഓപ്പണന്റ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഈ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളും നമുക്ക് അവിടെ ചോദിക്കാം. അതിനുള്ള ആൻസറുകൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സ്കിൽസ്, നമുക്കുണ്ടാകുന്ന സ്കിൽസ്, നമുക്ക് ഇതിന് കുറേ സ്കിൽസുകൾ ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഇതെല്ലാം നമുക്ക് ഈ സ്കിൽസുകളൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ പറ്റും. നെറ്റ്വർക്കിംഗ് ടിപ്സ് ഫോർ ഓക്കെ. അപ്പൊ ഇതുവരെ നമ്മൾ നെറ്റ്വർക്കിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമുക്കൊന്ന് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ്. നമുക്ക് ഈ ഒരു ജോലിയും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് നമ്മൾ ബ്രാക്കറ്റ് ആവശ്യമിട്ടുണ്ട്. ഡയറക്റ്റ് ആവശ്യവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ആസ്പെക്ട്സ് ജോബ് ആസ് എ ബിസിനസ്. ഒന്നാമത് നമ്മൾ ഇൻകം എടുക്കുന്നു.
അതായത് നമുക്കൊരു വരുമാനം, നമ്മൾ ഇൻകം എടുക്കുമ്പോൾ ജോബിൽ എങ്ങനെയായിരിക്കും ഒരു ജോലി, അതായത് ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന നമ്മൾ ഏറ്റവും വില കൊടുക്കുന്ന ഒരു സംഭവമാണ് ഗവൺമെന്റ് ജോബ്. ഗവൺമെന്റ് ജോബിന്റെ കൂടെയാണ് എല്ലാവരും. ഇത്ര പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് PSC-യിലേക്ക് കുറെ ആൾക്കാർ കുറെ വർഷങ്ങളിങ്ങനെ, അതായത് LKG കഴിഞ്ഞു, 2 വർഷം UKG കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു, അത് കഴിയുമ്പോഴത്തേക്ക് ഡിഗ്രി കഴിയുമ്പോൾ പതുക്കെ 2-3 വർഷം 3-4 വർഷം PSC കോച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ഒരു ഗവൺമെന്റ് എംപ്ലോയി ആകാൻ വേണ്ടി. അപ്പം ആ ഗവൺമെന്റ് എംപ്ലോയി ആയാലുണ്ടാകും ഇൻകം നമുക്ക് നോക്കാം. ഇൻകം ഫിക്സഡ് മന്ത്ലി സാലറി മേ ഇൻക്ലൂഡ് ഇൻസെന്റീവ്. അവിടെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അവർക്ക് ഒരു ഫിക്സഡ് മന്ത്ലി സാലറി ആയിരിക്കും. ഇപ്പൊ ഞാനൊരു LD ക്ലർക്കായിട്ട് കയറിയാൽ എനിക്കിപ്പം 5 വർഷത്തേക്കാണ് LD ക്ലർക്കിന്റെ പോസ്റ്റിൽ ഇരിക്കേണ്ടതെങ്കിൽ എനിക്ക് അവിടെ ഫിക്സഡ് സാലറി ആവുന്നത്. ഞാനിനി അവിടെ ഇരുന്നുകൊണ്ട് UD ക്ലർക്കിന്റെ ജോലി ചെയ്താലും എനിക്ക് സാലറി ഒരിക്കലും UD ക്ലർക്കിന്റെ കിട്ടത്തില്ല. എനിക്ക് ആ LD ക്ലർക്കിന്റെ സാലറി മാത്രമേ കിട്ടുള്ളൂ. ഫിക്സഡ് മന്ത്ലി സാലറി അവിടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ആർട്സ് ആൻഡ് ബിസിനസ്സിലേക്ക് ഒന്ന് വന്നാൽ, ഞാനിപ്പോ ഒരു ആർട്സ് ആൻഡ് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ ഇൻകം അൺലിമിറ്റഡ് ആണ്. ബേസ്ഡ് ഓൺ പെർഫോമൻസ്, ടീം എഫേർട്ട്. നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് ഇവിടെ ഒരു LD ക്ലർക്ക് UD ക്ലർക്കിന്റെ ജോലി ചെയ്താലും കിട്ടുന്നത് LD ക്ലർക്കിന്റെ സാലറി ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ആർട്സ് മനസ്സിലാക്കി പെർഫോം ചെയ്ത് ഓരോ പിൻ ലെവലുകൾ അച്ചീവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കൂടിക്കൊണ്ടുവരുന്നു. ഇപ്പൊ ഇവിടെ ഒരു 4 വർഷത്തേക്ക് ഒരേ സാലറി ആണെങ്കിൽ ഈ 4 വർഷം കൊണ്ട് നമ്മളൊരു ബിഗിനറിൽ നിന്ന് ചിലപ്പോൾ ഒരു സ്റ്റാറും അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് എത്തിച്ചേരും. അപ്പൊ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പെർഫോമൻസിന് ബേസ് ചെയ്ത് നമ്മുടെ പെർഫോമൻസ് നമ്മൾ സമയത്ത് നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ പെർഫോമൻസ് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് ടീമിന്റെ എഫേർട്ടോടുകൂടി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വരുമാനം എവിടെ നമുക്ക് നേടിയെടുക്കാം. ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പുറത്തുനിന്ന് നോക്കുന്നവർ ഇത് പറയുന്നത് ശരിയാണോ? പക്ഷേ നമ്മൾ ഈ ആർട്സിൽ വന്നവർ ഓരോരുത്തരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പൊ ഇന്നലെ തന്നെ അനീസാന്റെ ടീമില് ഒരു മാഡത്തിന്റെ പേര് പേളച്ചിയറായി. അതായത് ആ 1 വർഷം കൊണ്ട് 50,000-ന് മുകളിലോട്ടുള്ള വരുമാനത്തിലേക്ക് എത്തപ്പെട്ടു. അപ്പൊ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് വരുമാനം വാങ്ങിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിലുണ്ട്. അടുത്ത ടൈം ഫ്ലെക്സിബിലിറ്റി. ഒരു ജോബിൽ വരുമ്പോൾ അവിടെ ലോ ആണ്, ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ്. 9 മണി മുതൽ 5 മണി. ഇതിപ്പം ഒരു ഗവൺമെന്റ് സ്കൂളിലെ ഒരു ടീച്ചർ നമ്മൾ നോക്കാം, അവർ 9 മണിക്ക് അവിടെ കയറി പഞ്ച് ചെയ്യണം, 5 മണി വരെ അവിടെ ഇരുന്നിട്ട് 5 മണിക്ക് പഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അതിനുള്ള സാലറി കിട്ടുക. അത് ടൈം ഫ്ലെക്സിബിലിറ്റി. ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പറയുന്ന ടൈം അവർ ചെയ്യണം. അവർക്ക് ഉച്ചയ്ക്ക് ശേഷം അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഹാഫ് ഡേ ലീവ് ആയി. അപ്പൊ അവർക്കുള്ള സാലറി കുറയും. എന്നാൽ ആർട്സ് ആൻഡ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ, ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ ഹൈ ടൈം ഫ്ലെക്സിബിലിറ്റി ഹൈലിയാ. യു ചൂസ് വെൻ ആൻഡ് ഹൗ മച്ച് ടു. നമ്മൾ തീരുമാനിക്കുന്നത് എപ്പം ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം. അതായത് ഇവൻ ഞാനൊക്കെ ആർട്സ് ആൻഡ് ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം പലരും എന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ഇന്ന് കമ്പത്ത് നിൽക്കുന്ന കാണാം, അതായത് മുന്തിരിത്തോട്ടൊപ്പം നിൽക്കുന്ന കാണാം, നാളെ ചിലപ്പോൾ അത് കായലില് ബോട്ട് സർവീസിങ്ങിൽ കാണും. നിങ്ങൾ എന്തുവാ ഇത് അടിച്ചു പൊളിച്ച് ഇതാകുവാണ് എന്ന് വെച്ചാൽ നമ്മൾക്കവിടെ ടൈം നമ്മൾ ഫ്രീഡം അനുഭവിച്ചുകൊണ്ട്, എന്നാൽ അതിന് കൂടെ ബിസിനസ് ചെയ്തുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ച് നമ്മൾ ഹൈ ഇൻകം നമുക്ക് കിട്ടുന്നു. അവിടെ നമ്മുടെതാണ് അവിടെ സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് സമയത്ത് ചെയ്യണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം ഇന്ന സമയത്ത് മുതൽ ഇന്ന സമയം വരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ MA സോഷ്യോളജിയാണ്. എന്നൊക്കെ എനിക്ക് PSC അന്നൊക്കെ PSC-യുടെ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ 2-3 ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അത് കട്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഒരു സ്കൂളിൽ ടാഗോർ സെൻട്രൽ സ്കൂളിൽ PRO ആയിട്ടിരുന്നത്. പക്ഷെ എനിക്ക് അന്നൊന്നും ഞാൻ 6 മാസം അവിടെ PRO ആയിട്ട് പോയുള്ളൂ. കാരണം രാവിലെ 9 മണിക്ക് എല്ലാ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് 9 മണിയാകുമ്പോൾ അവിടെ പോയി പഞ്ച് ചെയ്തിരിക്കണം. 5 മണി വരെ അവിടെ ഇരിക്കണം. ഇത് പഞ്ച് ചെയ്യാൻ താമസിച്ചു പോയാൽ സാലറി കട്ടും. ലാസ്റ്റ് പിള്ളേർക്ക് ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയില്ലെങ്കിൽ അവിടെ സാലറി കട്ടും. അപ്പം ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒട്ടും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. എനിക്കത് പറ്റത്തില്ല എന്നുള്ളത് ഞാൻ പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്തു. ആ കിട്ടുന്ന വരുമാനം വളരെ കുറവ്, അത് വേണ്ട എന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു. അപ്പം ഇവിടെ ആവുമ്പോഴോ
നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മളാ തീരുമാനിക്കുന്നത് നമ്മുടെ സമയം, നമ്മൾ ഏത് സമയത്ത് വർക്ക് ചെയ്യണം. അങ്ങനെ നമുക്കൊരു ടൈം ഫ്ലെക്സിബിലിറ്റി ആ നെറ്റ്വർക്കിലുണ്ട്. അടുത്ത ഗ്രോത്ത് പൊട്ടൻഷ്യൽ, നമ്മുടെ വളർച്ച എങ്ങനെയാന്ന് നോക്കാം. ഒരു ജോബിലാകുമ്പോൾ അതൊരു ഗവൺമെന്റ് എംപ്ലോയി, പ്രൊമോഷൻസ് ആർ സ്ലോ ആൻഡ് സ്ട്രിക്റ്റ്. അവർക്കുണ്ട് ഇത്ര നാള് LDC ആയിട്ട് നിൽക്കണം, ഇത്ര നാള് UDSC ആയിട്ട് നിൽക്കണം, ഇത്ര അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനനുസരിച്ച് ഗ്രോത്ത് പോകത്തുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു, എനിക്ക് നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രൊമോഷനായി എനിക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല. ആ പറയുന്ന സമയപരിമിതി ലെവലില് എനിക്ക് പ്രൊമോഷൻസ് അവിടെ കിട്ടത്തുള്ളൂ. എന്നാൽ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ അത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഹൈ ആണ്. നോ ലിമിറ്റ് ടു ഹൗ മച്ച് യു ക്യാൻ ഗ്രോ. ഒരു ലിമിറ്റും ഇല്ല. നമ്മൾ എവിടെ എത്തണം എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അടുത്ത ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, തുടക്കത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. ജോബിലാകുമ്പോഴത്തേക്ക് ഓപ്പൺ റിക്വസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അതായത് ഒരു ജോലി വേണമെങ്കിൽ ഇപ്പം 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഇന്ന ജോലി, അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇന്ന ജോലി. ഒരു പട്ടാളത്തിലാണെങ്കിൽ ഇന്ന ശാരീരിക ക്ഷമതയുള്ളവർക്ക് ഇന്ന. അത് എത്ര ശാരീരിക ക്ഷമത ഉണ്ടെങ്കിലും ചിലവർക്ക് ഈ പട്ടാളത്തിലേക്ക് കയറാൻ പറ്റില്ല. എന്തെങ്കിലും ചിലപ്പോൾ ചെറിയൊരു ന്യൂനത കൊണ്ടായിരിക്കും അവരവിടെ കട്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ PSC ജോലി തന്നെ നമ്മൾ പറയുന്നത്, ചിലപ്പോൾ ഒരു കടലോളം പഠിക്കാൻ കിടക്കുക. ചിലപ്പോൾ 10 ബുക്കിൽ 5 ബുക്ക് നല്ലപോലെ റെഫർ ചെയ്തിട്ട് പോയി. പക്ഷെ അതിനകത്തൊന്നും നമ്മുടെ ഭാഗ്യം തരുന്ന ഏതാനും ചോദ്യങ്ങളെ കുറിച്ചും ബാക്കിയുള്ളതിനകത്തൊന്നും നമുക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ഡിഗ്രീസും സർട്ടിഫിക്കേഷനും എല്ലാവരുടെ ജോബിൽ ആവശ്യമാണ്. എന്നാൽ ഒരു ആർട്സ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ വെരി ലോ, യൂഷ്വലി പ്രൊഡക്ട്സ് ബേസ്ഡ്. അതായത് ആർട്സ് ബിസിനസ്സിനകത്തോട്ട് വരുമ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഏതൊരാൾക്കും ഒരു പ്രോഡക്ട്സിന്റെ ബേസിൽ ഏതൊരാൾക്കും ഒരു മെമ്പർഷിപ്പ് എടുത്താൽ ഏതൊരാൾക്കും ഒരു ഹൈ ഇൻകത്തിലേക്ക് എത്താം. അതായത് അവിടെ ഇത്ര പഠിത്തം ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒരു ക്രൈറ്റീരിയയും അവിടെ കൊടുക്കുന്നില്ല. നമ്മളാണ് തീരുമാനിച്ചത്, നമ്മുടെ പെർഫോമൻസ് ആണ് അവിടെ നോക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് എത്ര ഉന്നതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് എത്തിപ്പെടാം. അടുത്ത റിസ്ക്. ഒരു ജോലിയിലാണെങ്കിൽ ലോ, അതായത് റെഗുലർ സാലറി റെസ്പെക്റ്റീവ് നമ്മുടെ ഔട്ട്പുട്ടിനനുസരിച്ചുള്ള സാലറി, അതായത് അവർ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു സാലറി ആയിരിക്കും ജോബിൽ കിട്ടുന്നതെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മുടെ ഇൻകം ലെവല് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാൻ ഡയറക്ടർ സെല്ലിന് പറ്റും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു 2 പേർക്ക്, അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, എനിക്കിപ്പം കുറെ പഠിച്ചു, എനിക്കിപ്പോ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി. എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് ഒരു ഗവൺമെന്റ് ജോലി കിട്ടി. ഞാനൊരു ആർട്സ് ബിസിനസ്സിലേക്ക് വന്നു. എനിക്കൊരു 1 ലക്ഷം സാലറി ആവുന്ന, 1 ലക്ഷം ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഞാൻ ആർട്സിൽ എത്തിയെന്ന് വിചാരിക്കും. പക്ഷെ എൻ്റെ ഫ്രണ്ട് ചിലപ്പം അവളും അല്ലെങ്കിൽ 1 ലക്ഷം ആവുന്ന ലെവലിൽ എത്തിയപ്പോൾ ജോബിൽ നിന്ന് കിറ്റ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും സംഭവിച്ചു. അവർക്ക് നേരെ, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിന് നേരെ ഹാഫ് ആയിരിക്കും ഇതിന്റെ വരുമാനം കിട്ടുന്നത്. ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നേരെ പകുതിയായിരിക്കും അവർക്ക് കിട്ടുന്ന അവരുടെ പങ്കാളിക്ക്. എന്നാൽ ഒരു ആർട്സ് ബിസിനസ്സിലേക്കൊക്കെ വന്നാൽ അന്ന് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീമുകാർ വിചാരിക്കുക ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു ഈ ടീമുകാർ നമ്മളെയും കൂടെ കരുതി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ആ ഒരു ബിസിനസ് കൂട്ടുവാണെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ആ നോമിനിക്ക് അവിടെ കിട്ടാനുള്ള ഒരു അവസരം. ഇത് ഏതിനകത്ത് കിട്ടും? ഒരു ബിസിനസ്സിൽ, വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിലാണെങ്കിലും കിട്ടുമോ? നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കാനില്ലെങ്കിൽ ആ ബിസിനസ് അവിടെ നശിച്ചു പോവുകയാണ്. എന്നാൽ ഇവിടെ ഇതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഞാൻ ആലപ്പുഴ ജില്ലയെ പ്രതിനിധാനം ചെയ്ത് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്നവർ, അതായത് എക്സാമ്പിൾ നമ്മൾ വായിച്ചറിഞ്ഞതെന്നല്ല, നമുക്ക് അടുത്തറിയാവുന്ന ഒരു ശ്രീകുമാർ സാർ, ഞങ്ങളുടെ ടീമിലുള്ള ശ്രീകുമാർ സാറിന്റെ അച്ഛൻ. അതായത് അദ്ദേഹം ആർട്സ് ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. ആർട്സ് എന്താണെന്ന് മനസ്സിലാക്കി, ആർട്സിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി, ആർട്സിന്റെ ഭാവി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ടീമിനെ, 2 ടീമിനെ സെറ്റ് ചെയ്തു. ഇന്ന് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹം ഒരു മീറ്റിങ്ങുകൾക്ക് വരുന്നില്ല. സത്യത്തിൽ ഞാൻ ഇന്ന് അദ്ദേഹം പേടച്ചു പറയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല, നമ്മുടെ ടീമിലുള്ളതാണ്, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് 50,000-ന് മുകളിൽ മാസ വരുമാനം, ഇനി ഉടനെ 70,000-ന് മുകളിലോട്ട് എത്തും മാസ വരുമാനം പുള്ളിയുടെ അക്കൗണ്ടിൽ ഇരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ശ്രീകുമാർ സാർ എന്ന ആർട്സിലുണ്ട്. അപ്പോൾ അച്ഛൻ അന്ന്
അന്നൊരു ടീമിനെ സെറ്റ് ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് ഇന്ന് വീട്ടിലിരുന്നുകൊണ്ട് 50,000-ന് മുകളിൽ എല്ലാ മാസവും വാങ്ങിക്കുന്നു. അതാണ് നമ്മുടെ ബിസിനസിന്റെ ശക്തി. അത് അപ്പം നമുക്കിതൊക്കെ മുന്നിൽ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചുമ്മാ, പുതിയതായിട്ട് കേൾക്കുന്നവർ വിചാരിക്കും ഇത്രയും നമ്മൾ ഇതായിട്ട് വരും. പക്ഷെ ഇന്നൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ നേരിട്ട് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ഇവരെയൊക്കെ കൊണ്ടുപോയി കാണിക്കാം. ഇവരുടെ എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നതെന്നുള്ള എല്ലാവരും നമുക്ക് പറഞ്ഞു തരും. ഇനി നമുക്ക് നോക്കാം സ്കിൽ ഡെവലപ്മെന്റ്. ഒരു ജോബിലേക്ക് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ടെക്നിക്കൽ ഓർ ജോബ് സ്പെസിഫിക് എന്തെങ്കിലും ഓരോ ജോബിനും, അതിപ്പോ ഒരു ഡ്രൈവർ പോസ്റ്റിൽ വേണമെങ്കിൽ അത് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം, ഇല്ലേ? അപ്പൊ ഓരോ സ്കില്ല് അനുസരിച്ച് ഓരോ ജോബ് കൊടുക്കും. അപ്പം സ്കിൽ ഡെവലപ്മെന്റ് അവർക്ക് ആ ഒരു ഡ്രൈവർ പോസ്റ്റിലേക്ക് വന്നാൽ അവർ വേറൊരു സ്കില്ല് അവിടെ ഉണ്ടാക്കി എടുക്കുന്നില്ല. അപ്പൊ വേറെ സ്കില്ല് അവർക്ക് ഡ്രൈവിംഗ് എന്നുള്ള സ്കില്ലിൽ അവർ ഭയങ്കര കാര്യമായിട്ട് ഏറ്റവും വലിയ ഉന്നതി എത്തിയിരിക്കും. കാരണം അവിടെ ആ ഒരു സ്കില്ല് മാത്രം ഡെവലപ്പ് ചെയ്യുന്നു. എന്നാൽ ആർട്സ് ബിസിനസ്സിലേക്കൊക്കെ വന്നാൽ സ്കിൽ ഡെവലപ്മെന്റ് എന്തെങ്കിലും ബിസിനസ്, സെയിൽസ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, എന്തൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ബിസിനസ്, നല്ലൊരു ബിസിനസ്സുകാരൻ എന്ന് വെച്ചാൽ ഏറ്റവും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും. നമ്മുടെ മുന്നിൽ കാണുന്ന കോടികൾ കിട്ടുന്ന ഒരു ആസ്തികളുണ്ട്. അപ്പൊ നല്ലൊരു ബിസിനസ്സുകാരനാകാനുള്ള സ്കിൽ ഡെവലപ്മെന്റ് അവിടെ കൊടുക്കും. സെയിൽസ്, എത്ര പേര് സെയിൽസിലൂടെ വലിയ വരുമാന ആസ്തികൾ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ സെയിൽസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ കിട്ടും. കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർ ഇന്ന് വാദോരാതെ സംസാരിക്കുന്നു. അത്രയും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തത് ഈ ഒരൊറ്റ ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. ലീഡർഷിപ്പ്, നല്ലൊരു ലീഡർഷിപ്പ് കപ്പാസിറ്റിയിലേക്ക് ഞാൻ ചില നോട്ട് ചെയ്യും. അതായത് അഖില മേഡം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഹേമന്ത് സാറൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യമായിട്ട് മയക്ക് പിടിച്ച് പ്രസംഗിച്ചപ്പോൾ ബോധക്കേടുണ്ടായി. ആ ഹേമന്ത് സാറിനെ ഇന്ന് നമ്മൾ വിളിക്കുന്നത് ഗർജിക്കുന്ന സിംഹം എന്നാണ്. ഹേമന്ത് സാർ മയക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മഴ പെയ്തൊഴിയുന്ന പോലെ, അതായത് ഇങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് ഒരു PPTയും വേണ്ട സാറിന്. ഒരു PPT ഇല്ലാതെ ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞ് നമ്മൾ വേറൊരു ലോകത്ത്, നമ്മൾ അതിൽ നിന്ന് ആ ഒരു സാറിന്റെ മീറ്റിംഗ് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒരു ബിസിനസ് ഭ്രാന്ത്, അതായത് ഒരു നെറ്റ്വർക്കിന്റെ ഭ്രാന്ത്. നമുക്ക് ചെയ്യണം, നാളെ നമ്മൾ നമുക്കതൊന്നും ഉറക്കം വരത്തില്ല, അതേ ലെവലിലോട്ട് നമ്മൾ എത്തിക്കും. അപ്പം ഇതെല്ലാം എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്? ഈ സ്കിൽ ഡെവലപ്മെന്റ് എല്ലാം നമുക്ക് ആർസിമിലൂടെ ഉണ്ടാക്കിയതാണ്. അതായത് ആ ഡയറക്ട് സെല്ലിങ്ങിൽ കൂടെ കിട്ടിയത്. അപ്പം ഇത്രയും സ്കിൽസുകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരം നമുക്ക് ആസ്തികളുണ്ട് ഡയറക്ട് സെല്ലിംഗ്. അടുത്ത ഓണർഷിപ്പ്. യു ആർ ആൻ എംപ്ലോയി അണ്ടർ സമ്മൺ എൽസ് ബിസിനസ്. നമുക്ക് പറയാൻ പറ്റും ഗവൺമെന്റ് ജോലിയിൽ നമ്മളെല്ലാവരുടെ എംപ്ലോയി ആണ്. ഒരു ഗവൺമെന്റ് എംപ്ലോയർ ആയിട്ടുള്ള ഒരു വ്യക്തി പല പൊസിഷനുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ, എന്റെ ബ്രദറിനെ പോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ ടീച്ചിങ് ഗവൺമെന്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ടീച്ചേഴ്സ്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഒരു ഓണർഷിപ്പ് പറയാൻ പറ്റുമോ? ഇല്ല, അവരവിടുത്തെ എംപ്ലോയി മാത്രമാണ്. യു ആർ ദ ഓണർ ഓഫ് യുവർ ബിസിനസ്. എന്നാൽ ആർട്സിലേക്കൊക്കെ വരുമ്പോൾ യു ആർ നമ്മളാണ് ആ ബിസിനസിന്റെ ഓണർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബിൽവാരയിൽ ചെന്നാൽ ഓരോ ബുക്കിലും മൂലയിലേക്കും നോക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് മെയിൻ മാലിക്കുന്ന, ഞാനാണ് അവിടുത്തെ മാലിക്, ഞാനാണ് അതിന്റെ ഓണർ. എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ട്സുകൾ വിറ്റ് കിട്ടുന്ന ലാഭം നമുക്ക് തന്നെ വീതിച്ചു തരിക. ഓണർമാർക്കെ അത് വീതിച്ചു കൊടുക്കത്തുള്ളൂ, അല്ലെ? ഒരു ബിസിനസ്സിൽ ഇപ്പൊ യൂസഫ് അലി, അവർക്കാണ് അത് വീതിച്ചു കിട്ടുന്നത്. മറ്റേ എംപ്ലോയീസിനൊക്കെ അവര് ചെറിയൊരു നിശ്ചിത വരുമാനം കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അത് നമ്മുടെ ഓണർഷിപ്പിനുള്ള എമൗണ്ട്, അതായത് വീതിച്ച് നമ്മൾ കൊടുക്കപ്പെടുന്നത്. അടുത്ത എഫേർട്സ് ആൻഡ് റിവാർഡ്സ്. നമ്മുടെ എഫേർട്സും റിവാർഡ്സും എങ്ങനെയാന്ന് നോക്കാം. ജോബിലാകുമ്പോൾ ഓഫൺ ഡിസ്കണക്റ്റഡ്, സെയിം പേ റിഗാർഡ്ലെസ് ഓഫ് എഫേർട്ട്. ഇപ്പം ഒരു LD ക്ലർക്കിന്റെ പോസ്റ്റിലെത്തി ഒരാൾ വന്നിരുന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഒരാൾ നല്ലതായിട്ട് ജോലി ചെയ്യുന്നു, പക്ഷെ അവർക്ക് കിട്ടുന്ന പേ, അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്, അവർക്ക് കിട്ടുന്ന എഫേർട്ടിന്, അവർ ചെയ്യുന്ന എഫേർട്ടിനനുസരിച്ചല്ല വരുമാനം. അവരുടെ ആ ജോലി, ബ്യൂട്ടി ക്ലർക്കിന് 25,000, 30,000 അല്ലെങ്കിൽ 40,000, 50,000 ആ ഒരു സ്കെയിലിലാണ് വരുമാനം കിട്ടുന്നത്. അവർ കൂടുതൽ ജോലി ചെയ്യുന്നതനുസരിച്ച് റിവാർഡുകളൊന്നും കൂടുതൽ കിട്ടുന്നില്ല. എന്നാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, മോർ എഫേർട്ട് മോർ റിവാർഡ്. നമ്മുടെ ആർട്സ് ബിസിനസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ
എഫേർട്ട് കൂടുതൽ ആരാണോ ഇടുന്നത്, അവർ എങ്ങനെയാണ് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് റിവാർഡ് കൂടുതലാണ്. 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ടെക്നിക്കൽ അച്ചീവർ ആകുന്നവരെ നമ്മൾ കാണും. അതായത് 50,000 രൂപയ്ക്ക് മുകളിലോട്ട് വരുമാനം കിട്ടുന്നവരെ നമുക്ക് കാണാം. അപ്പൊ അവരിടുന്ന എഫേർട്ടിനനുസരിച്ച് അവർക്ക് റിവാർഡ് കൂടുതൽ കിട്ടുന്നു. അടുത്ത റിട്ടയർമെന്റ് ബെനിഫിറ്റ് നോക്കാം. പെൻഷൻ, PF ആൻഡ് അതർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ജോബിലാകുമ്പോൾ പെൻഷന്, PF അങ്ങനെയുള്ള റിട്ടയർമെന്റ്. എന്നാൽ ആർട്സ് ബിസിനസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ്, പാസീവ് ഇൻകം പോസിബിൾ ടീം ബിൽഡുകൾ. ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് പാസീവ് ഇൻകം, നമ്മൾ മരിച്ചാലും നമ്മുടെ നോമിനിക്ക് വരുമാനം കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ടീമിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് വരുമാനം കൂടി വന്നുകൊണ്ടേയിരിക്കും. അതായത് പെൻഷൻ പോലെ നേരെ പകുതിയല്ല കിട്ടുന്നത്, നമ്മൾ വാങ്ങിച്ചതിന് കൂടുതൽ വരുമാനം നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ആർട്സ് ബിസിനസ്. അപ്പൊ റിട്ടയർമെന്റ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അതായത് 50 വയസ്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ആർട്സും ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് മാറിയിരുന്നാലും നമ്മൾ ചെയ്തില്ലേലും നമ്മളെ തേടി നമ്മുടെ ഇൻകം വന്നുകൊണ്ടേയിരിക്കും. വർക്ക് പ്രഷർ നോക്കാം. എക്സ്റ്റേണൽ പ്രഷർ ഫ്രം ബോസസ് ഓർ ഡെഡ്ലൈൻസ്. ഇപ്പൊ ഒരു ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ ആ ഒരു ടീച്ചർ ആയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ HM പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കണം. അതായത് ബോസിനെ നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. ഇത്ര പാഠഭാഗങ്ങൾ, ഇന്ന ഒരു ഓണം എക്സാം ആകുമ്പോഴത്തേക്ക് ഇത്ര പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർക്കണമെന്ന് നമ്മൾ അത് പഠിപ്പിച്ച് തീർത്തിരിക്കണം. അപ്പൊ ആ ഒരു പ്രഷറാണ് നമുക്ക്, ഒരു വർക്ക് പ്രഷർ നമുക്ക് ഓരോ ജോലി സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ബോസ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആർട്സ് ആൻഡ് ബിസിനസ്സിലേക്കൊക്കെ വരുമ്പോൾ സെൽഫ് ഡ്രിവൺ പ്രഷർ പറ്റും. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ പെർഫോമൻസ് എങ്ങനെ കൊണ്ടുപോകണം, അത് പെട്ടെന്ന് നമുക്കൊരു കിട്ടുന്ന ലെവലിലോട്ട് പോകണം. അതായത് ഞാൻ എപ്പോഴും പറയും, അതായത് ഒരു പാസഞ്ചർ ആയിട്ട് പോകണോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകണോ, ഇത് നമ്മളാണ് തീരുമാനിക്കുന്നത്. എത്രയും പെട്ടെന്ന് വരുമാനത്തിലെത്തണം, അത് പെതുക്കെ പോയാൽ മതി, ഊറും പഴയുന്നത് പോലെ പോയാൽ മതി. ഇതെല്ലാം നമ്മുടെ ചോയ്സാണ്. എത്രയും പെട്ടെന്ന് പാർട്ട് ടൈം ആയിട്ട് ഇരുന്നുകൊണ്ട് പേളായ എന്റെ ബ്രദർ എന്നുവെച്ചാൽ പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, ഫുൾ ടൈം ആയിട്ടും ഇത് അർച്ചയം ചെയ്യും, എങ്ങനെ വേണമെങ്കിലും പെർഫോമൻസ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മളെന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ വർക്ക് പ്രഷറൊക്കെ നമുക്ക് വളരെ കുറവ്, എന്നാൽ ഏണിങ്സ് വളരെ കൂടുതൽ. ഇനി ഫ്രീഡം, സമയം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, നോക്കണേ. ഫ്രീഡം, ഇനി ഫ്രീഡം നമുക്ക് നോക്കാം. ജോബിലാകുമ്പോൾ ഫ്രീഡം ലോ ആണ്, കൺട്രോൾഡ് ബൈ കമ്പനി പോളിസീസ് ആൻഡ് മാനേജേഴ്സ്. അതായത് കമ്പനി മാനേജേഴ്സിനെയും കമ്പനിയുടെ ഓരോ പോളിസികളുണ്ട്, ആ പോളിസി എല്ലാം അനുസരിച്ചേ പറ്റൂ. നമുക്ക് ഇത്ര മാസത്തിൽ ഇത്ര ലീവ് എന്ന് പറഞ്ഞാൽ ആ ലീവേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നിർബന്ധിത ലീവൊന്നും കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചില ജോലികൾക്ക് ഇത്ര ലീവ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പതുക്കെ കട്ടാണ്ട വരും. അപ്പം ആ ഫ്രീഡം അവിടെ ഇല്ല. എന്നാൽ ആർട്സ് ബിസിനസ്സിലേക്കൊക്കെ വരുമ്പോൾ ഫ്രീഡം ഹൈ, യു കൺട്രോൾ യുവർ ലൈഫ് ആൻഡ് ബിസിനസ്. നമ്മുടെ ലൈഫും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഏണിങ്സും എല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മളാണ് അവിടുത്തെ അധികാരി. ഇത്രയും, അതായത് ഒരു ഗവൺമെന്റ് ജോബിനെ വെച്ച് തന്നെ നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഏണിങ്സ്, നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ. അടുത്ത മൈൻഡ് സെറ്റ് റിക്വയർഡ്. മൈൻഡ് സെറ്റ് നോക്കാം. എംപ്ലോയി മൈൻഡ് സെറ്റ് ഫോളോ ഇൻസ്ട്രക്ഷൻ. ആ പറയുന്ന ഫോളോസ് ഇൻസ്ട്രക്ട് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ ആർട്സിലേക്ക് പോയപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ്? എന്റർപ്രണറിയൽ, അതായത് ഒരു സംരംഭകൻ, അത് സെൽഫ് മോട്ടിവേറ്റഡ് ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ്. നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറുന്നു? ലീഡർഷിപ്പ് മൈൻഡ് സെറ്റിലേക്കൊക്കെ മാറുന്നു. സമയം എന്തായി കാണും, സമയമൊന്നും അറിയാനുള്ള ഒരു അവസരമില്ല. അടുത്ത് ഇതും കൂടെ കൊണ്ട് നമുക്ക് ഈ PPT നിർത്താം. വാല്യൂസ് ഓഫ് ആർട്സ് ആൻഡ് നെറ്റ്വർക്ക്. ആർട്സ് ആൻഡ് നെറ്റ്വർക്ക്, ഇത് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. അതായത് പോസിറ്റീവ് തിങ്കിങ്ങുകാരുടെ, അതായത് അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയാണ് നമ്മുടെ ആർട്സ് ആൻഡ് നെറ്റ്വർക്കിലോട്ടൊക്കെ വരുന്നത്. കാരണം അങ്ങനെയുള്ളവർ മാത്രമാണ് വിജയിക്കുന്നത്, വിജയിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ. നമുക്ക് എപ്പോഴും അവിടെ നമുക്ക് സംസാരിക്കാൻ, എന്താ, നമ്മുടെ കൂടെ വന്നാണ് എങ്ങനെ രക്ഷപ്പെടുത്തണം, അവരെ എങ്ങനെ ബിഗിനർ ആക്കണം, അവരെ എങ്ങനെ സ്റ്റാർട്ടർ ആക്കണം. കാരണം എന്താ, അവരെ ബിഗിനർ ആക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടർ ആകും, അല്ലെങ്കിൽ നമ്മൾ അതിന് മുകളിലത്തെ പൊസിഷനാണ്. അപ്പൊ എപ്പോഴും പോസിറ്റീവിലോട്ട്, പോസിറ്റീവ് തിങ്കിങ് മാത്രമായിരിക്കും അവിടെ നടക്കുന്നത്. നോ കോമ്പറ്റീഷൻ, ഓൺലി കോപ്പറേഷൻ. ഒരിക്കലും കോമ്പറ്റീഷൻ, മത്സര ബുദ്ധിയേ ഇല്ല. കാരണം നമ്മുടെ ഒരു ശത്രുവിനെ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ താഴെ ഒരു മെമ്പർഷിപ്പ് പഠിച്ചാൽ നമ്മൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, ഇത് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത. കാരണം അവൻ രക്ഷപ്പെട്ടാലേ നമ്മൾ രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ കോമ്പറ്റീഷൻ, മത്സരങ്ങൾ ഒന്നുമേ ഇല്ല, ഓൺലി കോപ്പറേഷൻ, സഹകരണ മനോഭാവം മാത്രമേ അവിടെ ഉള്ളൂ. അടുത്ത ഇതിനെപ്പറ്റി ഒന്നും ഇലാബറേറ്റ് ആയി പറഞ്ഞു പോകുന്നില്ല, സമയം എത്രയെന്ന് അറിയാൻ പറ്റുന്നില്ല. അടുത്ത ഗോൾ ഓറിയന്റഡ് ബിസിനസ്, ഒരു ലക്ഷ്യം.
നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്കൊരു വലിയ നല്ലൊരു ലക്ഷ്യമുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമുക്കറിയാം ഇന്ന ലെവലിലെത്തണം, ഇത്ര ഏണിങ്സ് കിട്ടണം, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അങ്ങനെ ഒരു ഗോൾ ഓറിയന്റഡ് ബിസിനസ് ആണ് നമ്മുടെ RCM നെറ്റ്വർക്ക് ബിസിനസ്. അടുത്ത ടീം സ്പിരിറ്റ്. എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ ടീമാണ്. അപ്പം ആ ടീമിനെ നമ്മൾ എപ്പോഴും എന്ത് എഴുതണം? മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ വരുമാനത്തിലോട്ട് എത്തും. അപ്പൊ ആ ടീം സ്പിരിറ്റോടുകൂടി പ്രവർത്തിക്കും. സക്സസ്, അതായത് വിജയം, എല്ലാവരിലേക്കും വിജയത്തിൽ നമ്മളും വിജയിക്കുക, നമ്മുടെ കൂടെ വന്നവരെയും വിജയിപ്പിക്കുക. അതുപോലെ നമ്മൾ ടോട്ടലി വിജയത്തിൽ എത്തും. സ്കിൽ സെറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, ഇങ്ങനെയുള്ള സ്കില്ലുകളെല്ലാം നമുക്ക് ഈ നെറ്റ്വർക്ക് വരുമ്പോൾ അതിന്റെ ഒരു വാല്യൂസാണ്. ഇതെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ പാസീവ് ഇൻകത്തിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മൾക്ക് 5 തലമുറയ്ക്കോളം നമുക്ക് ആ ഇൻകം കൊടുക്കാൻ നമുക്ക് പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ RCM ബിസിനസ്. നമ്മൾ പലരുടെയും അനുഭവങ്ങൾ നമ്മൾ കണ്ടു. അതായത് റാഫിയാണോ ഷാഫിയാണോ ഒരു രാജഗിരി പ്രോഗ്രാമിൽ ചെന്നപ്പോൾ പാപ്പ ഒരു ടെക്നിക്കൽ അച്ചീവർ മരണപ്പെടുകയുണ്ടായി. പിറ്റേ മാസം മകനായ റാഫി സാറിലേക്ക് ആ ഇൻകം കിട്ടി. അതായത് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു നല്ല മേഖലയാണ് നെറ്റ്വർക്ക്. അതായത് നമുക്കിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ RCM ബിസിനസ് തന്നെ നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. അതായത് സ്പിരിറ്റ് ഓഫ് ഫ്രീഡം തരുന്നു. ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പ്രൗഡ് ടാക്സ് പെയർ. ഇതിനെപ്പറ്റി നമ്മൾ പ്രൗഡ് ടാക്സ് പെയർ, നമ്മൾ അഭിമാനിക്കാൻ, നമ്മൾ ടാക്സ് കൊടുക്കുന്നവരാണ്. ഒരു RCM ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ പിൻ ലെവലിനനുസരിച്ച് നമുക്ക് ഇൻകം കിട്ടും. ആ ഇൻകത്തിൽ നമുക്കറിയാം മന്ത്ലി സ്റ്റേറ്റ്മെന്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത്ര രൂപ ടാക്സ് ലഭിക്കും. നമ്മുടെ 1000, 1200 ടാക്സ്. എനിക്ക് പ്രൗഡായിട്ട് തന്നെ പറയാം, കഴിഞ്ഞ മാസം എനിക്ക് 20,000 രൂപ ടാക്സ് റിട്ടേൺ കിട്ടി. ITR ഫയൽ ചെയ്തപ്പോൾ ടാക്സ് റിട്ടേൺ കിട്ടി. കാരണം എന്റെ എല്ലാ മാസത്തിനകത്തുനിന്നും ടാക്സ് പിടിച്ച എമൗണ്ട് ITR ഫയൽ ചെയ്തപ്പോൾ അത് ടാക്സ് റിട്ടേൺ കിട്ടി. അപ്പൊ ടാക്സ് നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു ബിസിനസ് രംഗത്താണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ബി എ റോൾ മോഡൽസ്, എല്ലാവരുടെയും റോൾ മോഡൽ ആകുക. നമ്മളൊരു നല്ല ഒരു പോസ്റ്റിങ്ങിലോട്ടൊക്കെ എത്തിക്കുന്നു, ആൾക്കാർ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഒരു റോൾ മോഡലായിട്ട് കാണും. അപ്പൊ ഇത്രയധികം നേരം ഈ PPT ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ഇത്രയും നല്ലൊരു ബിസിനസ്സിന് എല്ലാവർക്കും വരുമാനം വാങ്ങിക്കൊടുത്തുകൊണ്ട് നമ്മളും വരുമാനം വാങ്ങിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് നല്ല ഇന്ത്യൻ പ്രോഡക്ട്സുകൾ ഉപയോഗിച്ച് ഇന്ത്യ ഡെവലപ്പ് ആക്കിക്കൊണ്ട് നല്ല ഒരു ഇതിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം. RCMലൂടെ നമ്മുടെ ലോകത്ത് പേരുകേട്ട ഒരു നെറ്റ്വർക്കിംഗ് മേഖലയിലേക്ക് നെറ്റ്വർക്കറായിട്ട് നമുക്ക് അറിയപ്പെടാം. ജയ RCM ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.